അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോണേ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു റിസൾട്ടാണ് ഇൻ്റഗ്രൽ എ ടു ബി എന്ന് പറയുന്നത്. എയുടെയും ബിയുടെ ഇടയ്ക്കുള്ള ഒരു പോയിന്റ് സി എടുത്തു കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ എ ടു ബിനെ എനിക്ക് ഇൻ്റഗ്രൽ എ ടു സി പ്ലസ് ഇൻ്റഗ്രൽ സി ടു ബി എന്ന് പറഞ്ഞിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റുന്നത്. അപ്പോൾ അതിനെയാണ് നമ്മൾ അഡിറ്റിവിറ്റി തിയറം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇനി ഈ സെക്ഷനിൽ വരുന്ന കുറച്ച് ഇൻ്റഗ്രബിലിറ്റി ഓഫ് ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ, ഇൻ്റഗ്രബിലിറ്റി ഓഫ് സ്റ്റെപ്പ് ഫംഗ്ഷൻ, അതൊക്കെ ഡയറക്റ്റ്ലി പ്രൂവ് ചെയ്യുന്നതിന് പകരം ഞാൻ ഈ തിയറം ആദ്യം പഠിപ്പിച്ചിട്ട് നമ്മൾ അഡിറ്റിവിറ്റി തിയറം യൂസ് ചെയ്തിട്ട് അത് പ്രൂവ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. സോ അഡിറ്റിവിറ്റി തിയറം എന്നാണ് ഇതിനെ പറയുന്നത്. എന്താണ് അഡിറ്റിവിറ്റി തിയറം? If f is a function defined on closed interval a b to r and suppose c is a point in between a and b, then we have a necessary and sufficient condition. F is Riemann integrable on closed interval ab if and only if its restrictions to closed interval ac and closed interval cb are both Riemann integrable on AC and CB respectively, and in this case integral A to B f is equal to integral A to C f plus integral C to B f. Okay. സോ നമുക്കിത് എങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അതായത് ആദ്യം എഫ് റീമാൻ ഇൻ്റഗ്രബിൾ ആണെങ്കിൽ ഈ എഫിനെ എ സി എന്നുള്ള ഇൻ്റർവെല്ലിലെ റെസ്ട്രിക്ഷനും ഈ എഫിൻ്റെ തന്നെ സി ബി എന്നുള്ള ഇൻ്റർവെല്ലിലെ റെസ്ട്രിക്ഷനും രണ്ടും ഇൻ്റഗ്രബിൾ ആയിരിക്കും എന്നും ഈ ഈക്വൽ ഇൻ്റഗ്രൽ എ ടു ബി എഫ് എസ് ഇൻ്റഗ്രൽ എ ടു സി എഫ് പ്ലസ് ഇൻ്റഗ്രൽ സി ടു ബി എഫ് എന്നും ആദ്യം പ്രൂവ് ചെയ്യുന്നു. അതിനുശേഷം ഇതിങ്ങനെയൊക്കെ ആണെങ്കിൽ എഫ് റീമാൻ ഇൻ്റഗ്രബിൾ ആണ് എന്നുള്ളത് രണ്ടാമത്തെ കോൺവേഴ്സ് പാർട്ട് പിന്നെ പ്രൂവ് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ അസ്യൂം ചെയ്യാൻ പോണത് എഫ് റീമാൻ ഇൻ്റഗ്രബിൾ ആണ് എന്ന് അസ്യൂം ചെയ്യാണ്. എന്താ പ്രൂവ് ചെയ്യണ്ടേ? റെസ്ട്രിക്ഷൻസ് റീമാൻ ഇൻ്റഗ്രബിൾ ആണ്. അപ്പം നമുക്ക് ആ റെസ്ട്രിക്ഷൻസിന് ഒരു പേര് കൊടുക്കാം. സപ്പോസ് f1 be the restriction of f2 closed interval AC and let f2 be the restriction of f2 closed interval CB. അപ്പോൾ എന്താ പ്രൂവ് ചെയ്യേണ്ടത്? To prove f1 is Riemann integrable on closed interval AC and f2 is Riemann integrable on closed interval CB. Okay, so consider positive epsilon, let epsilon greater than 0 be given. അപ്പോൾ തന്നിട്ടുണ്ട് നമ്മളുടെ അസംഷൻ ആണ് എഫ് ഇസ് റീമാൻ ഇൻ്റഗ്രബിൾ ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി. എഫ് ഇസ് റീമാൻ ഇൻ്റഗ്രബിൾ ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി മീൻസ് ബൈ Cauchy criterion corresponding to this epsilon greater than 0, there exists a delta greater than 0 such that the difference between the Riemann sums corresponding to p and q of the same function f is less than epsilon for all partitions p and q with a norm less than delta. Now consider the restriction f1, restriction of f2 closed interval AC. restriction എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഫംഗ്ഷൻ തന്നെയാണ്, പക്ഷെ ആ ഫംഗ്ഷന്റെ ഹോൾ ഡൊമൈനിലുള്ള ഫംഗ്ഷനെ മൊത്തത്തിൽ കൺസിഡർ ചെയ്യുന്നില്ല. നമ്മളൊരു കേർവിനെ എടുത്തിട്ട് ആ കേർവിനെ എൻ്റയർ കേർവ് മുഴുവനായിട്ട് കൺസിഡർ ചെയ്യുന്നതിന് പകരം ഏതെങ്കിലും ഒരു കുറച്ച് പോർഷൻ മാത്രം കൺസിഡർ ചെയ്യില്ലേ, അതിനെയാണ് നമ്മൾ റെസ്ട്രിക്ഷൻ എന്ന് പറയാം, അല്ലേ? ഇപ്പൊ നമ്മൾ ആസ് എ ഹോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്നുള്ള ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ ദ ഹോൾ റിയൽ ലൈൻ ഇസ് നോട്ട് മോണോട്ടോണിക് ഫംഗ്ഷൻ. പക്ഷേ ഇഫ് യു കൺസിഡർ the restriction of this function on the negative real axis minus infinity to 0 എന്ന് പറയുന്ന ഇന്റർവെല്ലിൽ ഇതേ ഫംഗ്ഷൻ, അതായത് എനിക്ക് f1 എന്ന് പറയുന്നതിന് നമ്മൾ ഇങ്ങനെ എഴുതും, എഫ് റെസ്ട്രിക്റ്റഡ് ടു ക്ലോസ് എന്താണ് ഏത് ഇന്റർവെൽ ആണെന്ന് വെച്ചാൽ അങ്ങോട്ട് മൈനസ് ഇൻഫിനിറ്റി ടു 0 റെസ്ട്രിക്ട് ചെയ്താൽ ദിസ് ഇസ് എ മോണോട്ടോണിക് ഡിക്രീസിങ് ഫംഗ്ഷൻ. അപ്പൊ ഈ റെസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഇഫ് യു ഹാവ് എ ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ എ ലാർജർ സെറ്റ്, ഒരു എ എന്ന് പറഞ്ഞിട്ട് ഒരു ഡൊമൈനിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ് എഫ് എങ്കിൽ എയുടെ ഒരു സബ്സെറ്റ് ബിയിൽ നമ്മൾ മാത്രമേ എടുക്കുന്നുള്ളെങ്കിൽ ഡൊമൈൻ ആയിട്ട് എടുക്കുന്നതാണ്. ഇതേ ഫംഗ്ഷൻ തന്നെ ഐ ആം കൺസിഡറിങ് ദിസ് ഫംഗ്ഷൻ എഫ് അല്ലെങ്കിൽ f1 എന്ന് പറയുന്ന പുതിയൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുകയാണ്, f1 ഫ്രം b to r. So you already have a function f from a to r and this b I am taking as a subset of a, then f1 defined from b to r in such a way that f1 of x എന്ന് പറയുന്നത്, x എന്ന് പറഞ്ഞൊരു എലമെന്റ് ബിയിൽ എടുത്താൽ എക്സ് എയിലെയും എലമെന്റ് ആണ്. എയിലെ എലമെന്റ് ആയതുകൊണ്ട് എഫ് ഓഫ് എക്സ് ഡിഫൈൻഡ് ആണ്, സിൻസ് എഫ് ഇസ് ഡിഫൈൻഡ് ഓൺ എ. സോ f1 of x എന്ന് പറയുന്നത് ആ എഫ് ഓഫ് എക്സ് തന്നെയായിട്ട് ഡിഫൈൻ ചെയ്താൽ അതിനെയാണ് നമ്മൾ പറയുക ഫംഗ്ഷൻ
റെസ്ട്രിക്ഷൻ എന്ന് പറയുന്നത്. അതായത് സബ്സെറ്റിൽ മാത്രമേ ഞാൻ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ആ സബ്സെറ്റിൽ പോയിന്റ്സിന്റെ എല്ലാം ഫംഗ്ഷൻ വാല്യൂ സെയിം ആസ് ദി ഒറിജിനൽ ഫംഗ്ഷൻ വാല്യൂ. രണ്ടും ആ സബ്സെറ്റിൽ ഒന്ന് തന്നെയാണ്. F1 is equal to F on this set B, whereas on B കോംപ്ലിമെന്റ് അല്ലെങ്കിൽ എന്താ പറയാ, എ ഡിഫറൻസ് ബി എന്നുള്ള ഒരു സ്പേസിൽ F1 ഡിഫൈൻ ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ ഞാൻ F1 എന്ന് പറയുന്നത് റെസ്ട്രിക്ഷൻ ഓഫ് F2 ക്ലോസ്ഡ് ഇന്റർവെൽ AC എടുത്തു. സോ വാട്ട് ഇസ് റെസ്ട്രിക്ഷൻ മീൻസ് F1 is a function from closed interval AC to R defined by F1 of x is equal to f of x for every x in closed interval AC. Then consider two partitions P1 and Q1 of closed interval AC. AC എന്നുള്ള ഇന്റർവെല്ലിന്റെ ഒരു രണ്ട് പാർട്ടീഷൻസ് എടുക്കുകയാണ്, P1 ഉം Q1 ഉം, വിത്ത് നോം ലെസ് ദാൻ ഡെൽറ്റ. ഏതാണ് ഈ ഡെൽറ്റ? ഡെൽറ്റ ഒബ്റ്റെയിൻ ഫ്രം ദി കോഷി ക്രൈറ്റീരിയൻ ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓൺ ക്ലോസ്ഡ് ഇന്റർവെൽ AB. ഓക്കെ, ദെൻ അപ്പോൾ നമ്മൾ AC എന്ന് പറയുന്ന ഇന്റർവെല്ലിന്റെ ഒരു രണ്ട് പാർട്ടീഷൻസ് ആണ് നമ്മൾ എടുത്തത്. അപ്പോൾ AB എന്ന് പറയുന്ന ഇന്റർവെല്ലിന്റെ ഇടയ്ക്കുള്ള ഒരു പോയിന്റ് ആണ് C. AC-യുടെ ഒരു പാർട്ടീഷൻ എടുത്തു. ഇപ്പോൾ P1 എന്ന് പറയുന്ന പാർട്ടീഷനിൽ ചിലപ്പോൾ X0, X1 ഇങ്ങനെ കുറച്ച് പോയിന്റ്സ് ഉണ്ടാവും. ഇവിടെ ഒരു XN അല്ലെങ്കിൽ XK പോയിന്റ്സ്, K+1 പോയിന്റ്സ് ഉണ്ടെന്ന് വിചാരിക്കാം. ഡിവൈഡിങ് ദിസ് ഇന്റർവെൽ ഇൻറ്റു X0, X1, അങ്ങനെ K സബ് ഇന്റർവെൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്തേക്കാണ്. P1 എന്നുള്ള പാർട്ടീഷൻ ഇതാണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ CB എന്ന് പറയുന്ന ഇന്റർവെല്ലിൽ കൂടെ കുറച്ച് പാർട്ടീഷൻ പോയിന്റ്സ് കണ്ടുപിടിക്കാണ്. കുറച്ച് പാർട്ടീഷൻ പോയിന്റ്സ് XK സ്റ്റാർട്ട് ചെയ്യാം, XK+1 എക്സെട്ര XN ഈക്വൽ ടു B. ഈ പാർട്ടീഷൻ പോയിന്റ്സും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ ടാഗ്സും കൂടെ TK+1 അങ്ങനെ കുറച്ച് ടാഗ്സ് കൊടുത്തു, ലാസ്റ്റ് TN. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ P1 എന്നുള്ള പാർട്ടീഷൻ AC-യുടെ പാർട്ടീഷൻ ആയിരുന്നു. ആ P1 എന്നുള്ള പാർട്ടീഷനോട് കൂടെ ചേർത്ത് കുറച്ച് പാർട്ടീഷൻ പോയിന്റ്സും ടാഗ്സും കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ക്ലോസ്ഡ് ഇന്റർവെൽ AB-യുടെ ഒരു പാർട്ടീഷൻ കിട്ടി. ആ പാർട്ടീഷനെ ഞാൻ P എന്ന് വിളിക്കുകയാണ്. ക്ലോസ്ഡ് ഇന്റർവെൽ AB-യുടെ പാർട്ടീഷൻ കിട്ടുകയാണ്, അതിനെ ഞാൻ P എന്ന് വിളിക്കുകയാണ്. ഇനി Q1 എന്ന് പറയുന്നത് ഇസ് ഓൾസോ അനദർ പാർട്ടീഷൻ ഓഫ് ക്ലോസ്ഡ് ഇന്റർവെൽ AC. നമ്മൾ എടുത്തിരിക്കുന്നത് P1 ആൻഡ് Q1 ആർ ടു ടാഗ്ഡ് പാർട്ടീഷൻസ് ഓഫ് ക്ലോസ്ഡ് ഇന്റർവെൽ AC. ഇപ്പൊ Q1 എന്ന് പറയുന്ന വേറൊരു പാർട്ടീഷൻ കൂടി തന്നിട്ടുണ്ട്. AC-യുടെ തന്നെ വേറൊരു പാർട്ടീഷനാണ് Q1. Q1-ലുള്ള പാർട്ടീഷൻ പോയിന്റ്സ് എവിടെയാണെന്ന് അറിഞ്ഞുകൂടാ. Q1-ലെ പാർട്ടീഷൻ പോയിന്റ്സ് ഇവിടെ തന്നെയാണ് തുടങ്ങുന്നത്. സപ്പോസ് Y0 എന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റ്, Y1 എവിടെയെങ്കിലും ആയിരിക്കും, X1 തന്നെ ആവണമെന്നില്ല, Y2 എവിടെയൊക്കെ ആയിരിക്കും, ലാസ്റ്റ് K പോയിന്റ്സ് തന്നെ ആവണമെന്നില്ല, സം YM. ആ YM എന്ന് പറയുന്നത് XK ആയിരിക്കും അല്ലെ. അതാണ് Q1 എന്നുള്ള പാർട്ടീഷൻ. അതിൻ്റെ അകത്ത് ടാഗ്സും എടുത്തിട്ടുണ്ട്. Y0, Y1 എന്നൊരു പോയിന്റ് എടുത്തിട്ടുണ്ട്, ടാഗ് എടുത്തിട്ടുണ്ട്. അങ്ങനെ ഓരോ സബ് ഇന്റർവെല്ലിൽ നിന്ന് ഓരോ ടാഗ് എടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ടാഗ്ഡ് പാർട്ടീഷൻ ആവുക. ഇനി P1-നെ P-ലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ക്ലോസ്ഡ് ഇന്റർവെൽ AB-യുടെ പാർട്ടീഷനിലായിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പാർട്ടീഷൻ പോയിന്റ്സ് XK+1, XK+2, എക്സെട്ര XN എന്ന് പറഞ്ഞ പാർട്ടീഷൻ പോയിന്റ്സും ടാഗ്സും എടുത്തു. TK+1 എക്സെട്ര TN എന്ന് പറഞ്ഞിട്ട് ടാഗ്സും എടുത്തു. ഇതേ പാർട്ടീഷൻ പോയിന്റ്സും ഇതേ ടാഗ്സും തന്നെ Q1-നോടും കൂടി കൂട്ടിച്ചേർത്താൽ, ഇതേ പാർട്ടീഷൻ പോയിന്റ്സും ഇതേ ടാഗ്സും തന്നെ Q1-ലും കൂടി കൂട്ടിച്ചേർത്താൽ നമുക്ക് ക്ലോസ്ഡ് ഇന്റർവെൽ AB-യുടെ വേറൊരു പാർട്ടീഷൻ കിട്ടും. അതിനെ ഞാൻ Q എന്ന് വിളിച്ചു. ഓക്കെ, അപ്പൊ ക്ലോസ്ഡ് ഇന്റർവെൽ AC-യുടെ രണ്ട് പാർട്ടീഷൻസ് ആണ് തന്നിരുന്നത്, P1 ഉം Q1 ഉം. ആ P1-നെ ക്ലോസ്ഡ് ഇന്റർവെൽ AB-യിലെ ഒരു പാർട്ടീഷനായിട്ട് എക്സ്റ്റെൻഡ് ചെയ്തു by choosing some partition points and tags from the interval closed interval CB. Then we get a partition P1 together with these partition points and tags will form a partition of closed interval AB. We call it as P. Clearly P is a partition of closed interval AB. Now Q1 is also given. Q1 is also a partition of closed interval AC. Now include the same partition points in P. The same partition points and tags which are used to extend the partition P1 to the partition P
the same partition points തന്നെ they are choose these same partition points and tags to extend this Q1 to a partition of closed interval AB, let it be Q. അപ്പോൾ Q1 കൂടി ഇതേ പാർട്ടീഷൻ പോയിന്റ്സും ഇതേ ടാഗ്സും തന്നെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തു. അപ്പോൾ Q എന്ന് പറഞ്ഞ് വേറൊരു പാർട്ടീഷൻ ഓഫ് ക്ലോസ്ഡ് ഇന്റർവൽ AB കിട്ടി. ഇവയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അപ്പോൾ നമ്മളൊന്ന് എന്താ ചെയ്തത്, P1 and Q1 be two tagged partitions of closed interval AC with norms less than delta. By choosing some partition points and tags from closed interval CB, we can extend the tagged partitions P1 and Q1 of closed interval AC to tagged partitions P and Q of closed interval AB. That satisfies the condition that norm P is less than norm P and norm Q less than delta. Norm P and norm Q less than delta ആയിട്ട് വരുന്ന രീതിയിൽ വേണം കേട്ടോ ഈ പാർട്ടീഷൻ പോയിന്റ്സും ടാഗ്സും എക്സ്ട്രാ അഡീഷണൽ പാർട്ടീഷൻ പോയിന്റ്സും ടാഗ്സും എടുക്കുമ്പോൾ ഈ P1ലെയും Q1ലെയും ലാർജസ്റ്റ് സബ് ഇന്റർവെലിന്റെ ലെങ്ത് ഏതാണെന്ന് നോക്കിയിട്ട് നോം ഓഫ് ദി പാർട്ടീഷൻ P1ഉം നോം ഓഫ് ദി പാർട്ടീഷൻ Q1ഉം നോക്കിയിട്ട് ലാർജസ്റ്റ് സബ് ഇന്റർവെലിന്റെ ലെങ്ത് എത്രയാണോ അതിനേക്കാളും ചെറിയ സബ് ഇന്റർവെൽസ് വേണം ഇവിടെ എടുക്കാൻ. ഇവിടെ വരുന്ന ഈ വളരെ വളരെ ചെറിയ പാർട്ടീഷൻ പോയിന്റ്സ് ആയിട്ട് എന്താ പറയുക സബ് ഇന്റർവെൽസ് ആണ് നമ്മൾ ഈ CBയിലെ പാർട്ടീഷൻ പോയിന്റ്സും എടുക്കുന്നത് കേട്ടോ. അങ്ങനെ എടുത്താലേ നോം ഓഫ് P1 എന്ന് പറയുന്നത് നോം ഓഫ് വലിയ സെറ്റ് നോം ഓഫ് P എന്ന് പറയുന്നത് ലാർജസ്റ്റ് സബ് ഇന്റർവെലിന്റെ ലെങ്ത് ലാർജസ്റ്റ് സബ് ഇന്റർവെല് ഈ CBന്റെ അകത്തുള്ള സബ് ഇന്റർവെല് വരരുത്. ലാർജസ്റ്റ് സബ് ഇന്റർവെല് ഈ AC വന്നിരിക്കുന്ന സബ് ഇന്റർവെല്ലിൽ തന്നെ വരണം. അങ്ങനെ അപ്പൊ AC സബ് ഇന്റർവെൽസിന്റെ P1ലും Q1ലുള്ള സബ് ഇന്റർവെൽസിന്റെ ലെങ്ത് നോക്കിയിട്ട് ആ ലെങ്സിനേക്കാളും ചെറിയ ലെങ്സ് ആയിട്ട് വേണം CBന്റെ ഉള്ളിലെ പാർട്ടീഷൻ പോയിന്റ്സ് എടുക്കാൻ. അങ്ങനെ എടുക്കുമ്പോൾ നോം ഓഫ് P നോം ഓഫ് Qവും രണ്ടും ലെസ് ദാൻ നോം ഓഫ് P1 ആൻഡ് നോം ഓഫ് Q1 റെസ്പെക്റ്റീവ്ലി, സോ ദാറ്റ് ദേ ആർ ബോത്ത് ആർ ലെസ് ദാൻ ഡെൽറ്റ എന്ന് കിട്ടി. ഇനി ഇഫ് വി ചൂസ് സെയിം അഡീഷണൽ പാർട്ടീഷൻ പോയിന്റ്സ് ആൻഡ് ടാഗ്സ് ഫ്രം CB ഫോർ ബോത്ത് P ആൻഡ് Q, അതാണ് ഞാൻ പറഞ്ഞത് Pനെ എടുത്ത CBയിലെ പാർട്ടീഷൻ പോയിന്റ്സ് തന്നെ വേണം Qനും എടുക്കാൻ. അങ്ങനെ എടുക്കുമ്പോൾ വാട്ട് വിൽ ഹാപ്പൻ എന്ന് വെച്ചാൽ നമ്മൾ SF P1 മൈനസ് അതായത് ഇങ്ങനെ എടുക്കുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ SFP മൈനസ് SFQ എടുക്കുമ്പോൾ SFP എന്ന് പറഞ്ഞാൽ സിഗ്മ I ഈക്വൽ ടു 1 to എത്രയെങ്കിലും സിഗ്മ ഓവർ I F of TI ഇൻറ്റു ഡെൽറ്റ XI മൈനസ് Q അല്ലേ. അപ്പോൾ Qയിലുള്ള P എന്നുള്ള പാർട്ടീഷൻ എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ എഴുതാണ് സിഗ്മ I TI ടേക്കൺ ഫ്രം P1 Pയിലാണ് എഴുതാൻ പോണേ. Pയിൽ സിഗ്മ TI ടേക്കൺ ഫ്രം P1 F of TI ഇൻറ്റു ഡെൽറ്റ XI Pയും പിന്നെ ഈ CBയിലെയും കൂടെ കൂട്ടിയിട്ടാണ് P കിട്ടിയിരിക്കണേ പ്ലസ് സിഗ്മ TI ടേക്കൺ ഫ്രം the partition of CB. ഞാൻ ഈ പാർട്ടീഷനെ ഞാൻ P2 എന്ന് വിളിക്കുകയാണെങ്കിൽ CBയുടെ പാർട്ടീഷൻ ആണ് കേട്ടോ P2. ആ P2 അപ്പോൾ P1 യൂണിയൻ P2 ആണ് നമ്മുടെ P, Q1 യൂണിയൻ P2 തന്നെയാണ് Q. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇങ്ങനെ പറയാം TI ബിലോങ്സ് ടു P2 F of TI ഇൻറ്റു ഡെൽറ്റ XI. ഇതാണ് SFP എന്നുള്ളത്. SFP സോറി. ഇനി മൈനസ് SFQ സിഗ്മ TI ബിലോങ്ങിങ് ടു Q1 F of TI ഇൻറ്റു ഡെൽറ്റ XI മൈനസ് അല്ലെങ്കിൽ ഇവിടെ ഞാൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് പ്ലസ് ഇടാം. SFQ എന്ന് പറയുന്നത് സിഗ്മ TI ബിലോങ്ങിങ് ടു ദ പാർട്ടീഷൻ P2 ഓഫ് CB F of TI ഇൻറ്റു ഡെൽറ്റ XI. ഇൻഡെക്സ് ഒക്കെ I തന്നെ ഞാൻ എഴുതിയിരിക്കുന്നത്, എന്നാലും ഇത്
ഇപ്പോൾ നമ്മൾ മനസ്സിലായോ, നമ്മൾ എടുത്ത് ഈ അഡീഷണൽ ആയിട്ട് സി ബിയുടെ കുറച്ച് പാർട്ടീഷൻ പോയിന്റ്സ് എടുത്തിട്ട് അത് P1-നോടുകൂടി ആഡ് ചെയ്താണ് പി ഉണ്ടാക്കിയത്. എന്നിട്ട് നമ്മൾ ഈ സി ബിയിൽ എടുത്ത അഡീഷണൽ പാർട്ടീഷൻ പോയിന്റ്സ് തന്നെയാണ്, അതായത് P2 എന്നാണ് ഞാൻ അതിനെ വിളിക്കണമെങ്കിൽ P2 ഇസ് എ പാർട്ടീഷൻ ഓഫ് സി ബി ആൻഡ് P1 യൂണിയൻ P2 ആണ് പി. ദെൻ ഈ P2 തന്നെയാണ് Q1-നോടുകൂടി ജോയിൻ ചെയ്തിട്ട് നമ്മൾ Q ഉണ്ടാക്കിയത്. സോ ദാറ്റ് SF P മൈനസ് SF Q കണ്ടുപിടിക്കുമ്പോൾ ഇത് രണ്ടും കട്ട് ചെയ്തു. ദാറ്റ് മീൻസ് യു വിൽ ഗെറ്റ് SF P1 പ്ലസ് SF Q1. അതായത് SF P മൈനസ് SF Q വിൽ ബി സെയിം ആസ് SF P1 പ്ലസ് SF പ്ലസ് അല്ലല്ലോ മൈനസ് കേട്ടോ, സോറി, SF P1 മൈനസ് SF Q1. Okay, so അതാണ് ആ സെയിം പോയിന്റ്സ് തന്നെ. ഇഫ് വി ചൂസ് സെയിം അഡീഷണൽ പോയിന്റ്സ് ആൻഡ് ടാഗ്സ് ഫ്രോം ക്ലോസ്ഡ് ഇന്റർവൽ CB ഫോർ ബോത്ത് P and Q, we will get SF P1 minus SF Q1 is same as SF P minus SF Q, and by our assumption this SF P minus SF Q by condition number star, it is less than epsilon, so that we get F1 is Riemann integrable by Cauchy criterion. ഇതേപോലെ തന്നെ നമുക്ക് F2 Riemann integrable ആണെന്ന് പ്രൂവ് ചെയ്യാം. മനസ്സിലായോ? ഇതൊരു പാർട്ട് പ്രൂവ് ചെയ്തു. ഇനി കോൺവേഴ്സ് പാർട്ട് നമ്മൾ എന്ത് ചെയ്യണം? സപ്പോസ് ദാറ്റ് ദീസ് റെസ്ട്രിക്ഷൻസ് ആർ Riemann integrable. ഓക്കെ, സപ്പോസ് ദാറ്റ് ദീസ് റെസ്ട്രിക്ഷൻസ് കോൺവേഴ്സ്ലി നമ്മൾ അസ്യൂം ചെയ്യാണ് ഈ റെസ്ട്രിക്ഷൻസ് F1 on closed interval AC is Riemann integrable there. അതുപോലെ F2 is Riemann integrable on closed interval CB. Now we have to prove F is Riemann integrable on closed interval AB. So for that, consider a positive epsilon. Then since F1 is Riemann integrable on AC, we get a delta 1 such that modulus of SF1 P1 minus S integral A to C F1 is less than any number epsilon by 3 എന്ന് എടുക്കുന്നത് പിന്നീടാണ് അത് മനസ്സിലാവുന്നത്. epsilon by 3 വേണം എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെ തന്നെ പറയുകയാണ് epsilon by 3 for all partitions P1 with a norm less than delta 1. Since F2 is Riemann integrable, there exists a delta 2 such that definition of Riemann integrability, modulus of SF2 P2 minus integral C to BF2 is less than epsilon by 3 for all partitions with a norm less than delta 2. Consider the minimum of delta 1 and delta 2 as delta. Then if Q is any partition of closed interval AB with a norm less than delta, we can prove that നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് ഈ SF Q as norm Q tends to 0 integral A to C F1 plus integral C to B F2 ലേക്ക് കൺവേർജ് ചെയ്യുന്നതാണ്. അതായത് ഈ ഡിസ്റ്റൻസ് ലെസ് ദാൻ എപ്സിലോൺ ആക്കാൻ പറ്റും ആയിരിക്കും ഫോർ ഓൾ പാർട്ടീഷൻസ് വിത്ത് നോം ലെസ് ദാൻ ഡെൽറ്റ, പാർട്ടീഷൻസ് Q വിത്ത് നോം ലെസ് ദാൻ ഡെൽറ്റ എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോണേ. അപ്പം അതിന് വേണ്ടിയിട്ട് അപ്പോൾ നമുക്കിപ്പോൾ ഓൾറെഡി അറിയാവുന്നത് F1 Riemann integrable ആണ്, F2 Riemann integrable ആണ്. ഓക്കെ, അപ്പോൾ F1 എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇന്റർവൽ AC-യിൽ F1 Riemann integrable ആണ്. അതായത് AC-യുടെ ഏതൊരു പാർട്ടീഷൻ എടുത്താലും AC-യുടെ ഒരു പാർട്ടീഷൻ P1 എടുക്കുകയാണെങ്കിൽ P1 എന്നുള്ള ഒരു പാർട്ടീഷൻ എടുക്കുകയാണെങ്കിൽ whenever partition P1 has norm less than delta 1, SF P1 minus integral A to C F1 എന്ന് പറയുന്നത് ലെസ് ദാൻ എപ്സിലോൺ ബൈ 3 ആയിരിക്കും എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ F2 എന്ന് പറയുന്നത് ആക്ച്വലി CBയിൽ ആണ് F2 ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. CBയുടെ ഏതൊരു പാർട്ടീഷൻ വിത്ത് നോം ലെസ് ദാൻ ഡെൽറ്റ എടുത്താലും അതിനെ ഞാൻ പാർട്ടീഷൻ P2 എന്ന് വിളിക്കുകയാണെങ്കിൽ ഓഫ് നോം ലെസ് ദാൻ ഡെൽറ്റ എടുത്താലും ആ SF2 P2 minus integral C to B F2 will be less than epsilon by 3 എന്ന് നമ്മൾ എടുത്തിട്ടുണ്ട് അല്ലേ. അതാണ് കണ്ടീഷൻ നമ്പർ 1. കണ്ടീഷൻ നമ്പർ 2, ഇപ്പോൾ നമ്മൾ Q എന്ന് പറഞ്ഞിട്ട് ഒരു എന്തെടുക്കാൻ പോവാണ്,
Q എന്ന് പറഞ്ഞിട്ട് ക്ലോസ്ഡ് ഇന്റർവൽ എ ബിയുടെ ഒരു പാർട്ടീഷൻ എടുക്കാൻ പോവാണ്. ക്ലോസ്ഡ് ഇന്റർവൽ എ ബിയുടെ ഒരു പാർട്ടീഷൻ. ക്ലോസ്ഡ് ഇന്റർവൽ എ ബിയുടെ ഒരു പാർട്ടീഷൻ വിത്ത് നോം ലെസ് ദാൻ ഡെൽറ്റ എടുക്കാൻ പോവാണ്. അതിനെയാണ് ഞാൻ ക്യൂ എന്ന് വിളിക്കുന്നത്. ക്യൂ എന്ന് പറഞ്ഞിട്ടൊരു പാർട്ടീഷൻ എടുക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ ക്യൂവില് കുറെ പാർട്ടീഷൻ പോയിന്റ്സ് ഒക്കെ ഉണ്ട്. രണ്ട് കേസ് ഉണ്ട്. ഈ സി എന്ന് പറഞ്ഞ പോയിന്റ് ക്യൂവിലെ പാർട്ടീഷൻ പോയിന്റിൽ ഒരു പോയിന്റ് ആയിട്ട് വരാം. എക്സ് കെ എന്ന് പറഞ്ഞിട്ട് വരാം ഒരു കേസ്. വേറൊരു കേസ് എന്ന് പറഞ്ഞാൽ പാർട്ടീഷൻ പോയിന്റ് അല്ലാണ്ട് വരാം. സി ഇവിടെയാണ്. പാർട്ടീഷൻ പോയിന്റ്സ് ഓഫ് ക്യൂ എന്ന് പറയുന്നത് ഇങ്ങനെ പോയിട്ട് ഇതിനെ ജമ്പ് ചെയ്തു പോകും. സം എക്സ് കെ മൈനസ് 1 എക്സ് കെയുടെ ഇടയ്ക്കാണ് സി. അങ്ങനെ വരാം. വേറൊരു കേസിൽ സിയും ഒരു പെർട്ടിക്കുലർ എക്സ് കെ ആയിട്ട് വരാം. ഇങ്ങനെ രണ്ട് കേസ് ഉണ്ട്. ഒന്നാമത്തെ കേസ് സി ഈസ് എ പാർട്ടീഷൻ പോയിന്റ്. രണ്ടാമത്തെ കേസ് സി ഈസ് നോട്ട് എ പാർട്ടീഷൻ പോയിന്റ് ഓഫ് ക്യൂ. അപ്പോൾ സി ഒരു പാർട്ടീഷൻ പോയിന്റ് ആണെങ്കിൽ, പാർട്ടീഷൻ പോയിന്റ് ഓഫ് ക്യൂ ആണെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ? സി ഒരു പാർട്ടീഷൻ പോയിന്റ് ആണ് എന്ന് പറഞ്ഞാൽ ക്യൂ എന്നുള്ള പാർട്ടീഷനെ എനിക്ക് ആദ്യം എക്സ് നോട്ട്, x1 എക്സെട്ര സം എക്സ് കെ വരെ ഉള്ള പോയിന്റ്സിനെ നമുക്ക് നോക്കുമ്പോൾ അത് ഒരു എ സി എന്നുള്ള ഇന്റർവെല്ലിന്റെ ഒരു പാർട്ടീഷനാണ്. എ സി എന്നുള്ള ഇന്റർവെല്ലിന്റെ ഒരു പാർട്ടീഷനാണ്. അതിനെ എനിക്ക് Q1 എന്ന് വിളിക്കാം. എക്സ് കെ തുടങ്ങി, അതായത് സി തുടങ്ങി അങ്ങനെ 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 ബി വരെ ഉള്ള ക്യൂവിലെ പാർട്ടീഷൻ പോയിന്റ്സ് വിൽ ഫോം എ പാർട്ടീഷൻ Q2 ഓഫ് ക്ലോസ്ഡ് ഇന്റർവെൽ CB. And Q is the union of Q1 and Q2. If C is a partition point of Q, Q is Q1 union Q2, where Q1 is the partition points of Q starting from A to the point C, which will be a partition of closed interval AC, and Q2 is the set of points, partition points from C to, that is C is equal to xk to B, which is a partition of closed interval CB. Okay, അങ്ങനെയാണെങ്കിൽ SF Q എന്ന് പറയുന്നത്, ഈ കേസിലെ SF Q എന്ന് പറയുന്നത് ഈ ഓരോ പാർട്ടീഷന്റെ ഓരോ സബ് ഇന്റർവെല്ലിലെയും ടാഗിന് കറസ്പോണ്ടിങ് ആയിട്ട് എഫ് ഓഫ് ടി ഐ ഇൻറ്റു ഡെൽറ്റ എക്സ് ഐ ചെയ്തിട്ട് സം ചെയ്യാണ് എസ് എഫ് ക്യൂ എന്ന് പറഞ്ഞാൽ. അപ്പോൾ എസ് എഫ് ക്യൂ എന്ന് പറഞ്ഞാൽ സിഗ്മ ടി ബിലോങ്സ് ടു ടാഗ്സ് ഓഫ് ക്യൂ അല്ലെ. എഫ് ഓഫ് ടി ഇൻറ്റു ഡെൽറ്റ, ഞാനിവിടെ എഫ് ഓഫ് ടി ഐ എന്ന് വിളിക്കുകയാണെങ്കിൽ എഫ് ഓഫ് ടി ഐ ഇൻറ്റു ഡെൽറ്റ എക്സ് ഐ ആണ് എസ് എഫ് ക്യൂ. അതിന് എനിക്ക് സിഗ്മ ഐ ഈക്വൽ ടു ഇപ്പോൾ 1 to n എന്നാണെങ്കിൽ, സപ്പോസ് n ടാഗ്സും n പാർട്ടീഷൻ പോയിന്റ്സും ആണ്, n+1 പാർട്ടീഷൻ പോയിന്റ്സ് ആണുള്ളതെന്നുണ്ടെങ്കിൽ T0 T1 എക്സെട്ര Tn വരെയാണെന്ന്, അല്ലെങ്കിൽ സോറി x0 x1 എക്സെട്ര xn വരെയാണെന്നുണ്ടെങ്കിൽ Tns വരുന്ന Ti I വേരീസ് ഫ്രം 1 to n ആണ്. x0 x1 ഒരു ടാഗ് T1 അങ്ങനെ അങ്ങനെ പോവാണ്. അപ്പോൾ I ഈക്വൽ ടു 1 to n പോയിന്റ്സ് ഉണ്ടായിരുന്നു വിചാരിക്കുക. ഇത് x0 x1 എക്സെട്ര എക്സ് കെ തുടങ്ങി പിന്നെ ഇവിടെ വരെ xn ആണെങ്കിൽ ഈ I വേരീസ് ഫ്രം 1 to n എഫ് ഓഫ് ടി ഇൻറ്റു ഡെൽറ്റ എക്സ് ഐനെ എനിക്ക് I വേരീസ് ഫ്രം 1 to ഇവിടെ വരെ എന്ന് പറഞ്ഞാൽ k-1 വരെ അല്ലേ. k-1 വരെ എടുക്കുമ്പോൾ അല്ല k വരെ എടുക്കണം, സോറി k വരെ എടുക്കണം. I ഈക്വൽ ടു 1 to k f of ti into delta xi plus sigma I equal to k plus 1 to n f of ti into delta xi എന്ന് എഴുതാം. ഇതെന്താണ്? I equal to 1 to k എന്ന് പറഞ്ഞാൽ ഈ എ സിയുടെ പാർട്ടീഷൻ ആയിട്ടുള്ള Q1 എന്നാണ് ഞാനിവിടെ വിളിച്ചിരിക്കുന്നത്. നമ്മുടെ Q1 Q2 തന്നെയാണ് വിളിച്ചിരിക്കുന്നത്. സോ this is actually SF Q1, where Q1 is a partition of closed interval AC, and the second term is SFQ2, where Q2 is a partition of closed interval CB. So SFQ can be written as SFQ1 plus SFQ2, where Q1 is a partition of closed interval AC and Q2 is a partition of closed interval CB. Now F1 is the restriction of F onto the subinterval AC. അപ്പോൾ closed interval AC യിൽ F എന്ന് പറയുന്നത് F1 നോട് ഈക്വൽ ആണ്. അപ്പോൾ SF Q1 is same as SF1 Q1.
അതുപോലെ തന്നെ SFQ2 same as SF2Q2 since Q2 is a partition of closed interval CB and on closed interval CB F is same as F2. Fന്റെ restriction to CB ആണ് F2 എന്ന് വിളിച്ചത്. അപ്പോൾ SFQ1 plus SFQ2 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ ഓൾറെഡി അസ്യൂം ചെയ്തിട്ടുണ്ട്. ആദ്യം എന്താ നമ്മൾ പറഞ്ഞ കണ്ടീഷൻ നമ്പർ 1, കണ്ടീഷൻ നമ്പർ 2 പറഞ്ഞിരിക്കുന്നത് whenever norm is less than delta 1, SF1 P1 is in the epsilon by 3 neighborhood of integral a to c f1. അപ്പോൾ നമ്മൾ ഈ നോം എങ്ങനെ എടുക്കണം? ഇവിടുത്തെ നോം എന്ത് വരും എന്ന് വെച്ചാൽ ഈ SFQ1 Q1നും Q2ന്റെ നോം എന്തായാലും Qന്റെ നോമിനേക്കാളും എന്തായിരിക്കും? Qന്റെ നോം ആയിരിക്കും വലുത്. എന്താണ്? ലെങ്ത് ഓഫ് ദി ലാർജസ്റ്റ് സബ് ഇന്റർവെലിനെയാണ് നോം എന്ന് പറയുന്നത്. ക്യൂവിലെ ലാർജസ്റ്റ് സബ് ഇന്റർവെലിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ആ ലാർജസ്റ്റ് സബ് ഇന്റർവെൽ എന്ന് പറയുന്നത് ഒന്നുകിൽ Q1ലെ വലിയ സബ് ഇന്റർവെൽ ആയിരിക്കും, അല്ലെങ്കിൽ Q2ലെ വലിയ സബ് ഇന്റർവെൽ ആയിരിക്കും. എന്തായാലും Q1ഉം Q2ഉം Qന്റെ സബ്സെറ്റ് ആണ്. അതുകൊണ്ട് Qന്റെ ലാർജസ്റ്റ് സബ് ഇന്റർവെൽ എന്ന് പറയുന്നതിന്റെ ലെങ്ത് Q1ലെ ലാർജസ്റ്റ് സബ് ഇന്റർവെലും Q2ലെ ലാർജസ്റ്റ് സബ് ഇന്റർവെലും ലെങ്ത് എടുത്തു കഴിഞ്ഞാൽ Q2ന്റെ നോമിനേക്കാളും Q1ന്റെ നോമിനേക്കാളും Q2ന്റെ നോമിനേക്കാളും വലുതായിരിക്കും Qന്റെ നോം. So clearly, norm of Q1, length of the largest subinterval in Q1 will be less than or equal to norm of Q since all the subintervals in Q1 are already subintervals in Q. So norm of Q1 will be obviously less than or equal to norm of Q, and norm of Q is taken as less than delta, which is the minimum of delta 1 and delta 2. So norm of Q1 is less than delta. അതുപോലെ തന്നെ Q2ന്റെ ലാർജസ്റ്റ് സബ് ഇന്റർവെൽ എന്ന് പറയുന്നത് ലെങ്ത് എന്ന് പറയുന്നത് വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം ഓഫ് Q സിൻസ് എന്താണ് Q is a superset of Q2 and norm of Q is taken as less than delta, which is less than delta 1 and delta 2. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ടേം കൺസിഡർ ചെയ്യാം. SFQ മൈനസ് ഇന്റഗ്രൽ a to c f1 plus integral c to b f2. Then since SFQ is same as SFQ1 plus SFQ2 and SFQ1 is same as SF1Q1, SFQ2 is same as SF2Q2, I can write this is equal to SF1Q1 plus SF2Q2 minus integral a to c f1 plus integral c to b f2. And using triangle inequality, I can split this to this is less than or equal to first term integral f1Q1 minus integral a to c f1 plus in modulus of SF2Q2 minus integral c to b f2. Using condition number 1 and 2, we can write this is less than epsilon by 3 plus epsilon by 3, which is 2 epsilon by 3, which is less than epsilon. So that's case 1. That is you will get. അപ്പോൾ നമ്മൾ സി ഒരു പാർട്ടീഷൻ പോയിന്റ് ആണെങ്കിൽ Q എന്ന് പറഞ്ഞ പാർട്ടീഷൻ പോയിന്റ് ആണ് സി എങ്കിൽ നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈ പാർട്ടീഷൻ ക്യൂവിനെ നമ്മൾ രണ്ട് പാർട്ടീഷൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു, Q1 Q2 എന്ന് പറഞ്ഞിട്ട്. കാരണം സി എന്ന് പറയുന്നത് ഒരു പാർട്ടീഷൻ പോയിന്റ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഈ പാർട്ടീഷൻ ക്യൂവിനെ നമ്മൾ Q1 Q2 എന്ന് പറഞ്ഞിട്ട് രണ്ട് പാർട്ടീഷൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. അപ്പോൾ എ തുടങ്ങി സി വരെയുള്ള പാർട്ടീഷൻ പോയിന്റ്സ് വിൽ ഫോം partition say Q1 of the closed interval AC, and C തുടങ്ങി B വരെയുള്ള partition points will form another partition Q2 of closed interval CB such that norm of Q1 and norm of Q2 both are less than or equal to norm of Q, and since norm of Q is less than delta, these partitions also has norm less than delta. പിന്നെ വേറെ നമ്മൾ SFQ എഴുതുമ്പോൾ കിട്ടും നമുക്ക് SFQ is nothing but SFQ1 plus SFQ2 since on closed interval AC F is same as F1, I can say SFQ is equal to SF1Q1 plus SF2Q2. അപ്പോൾ നമ്മളിതിങ്ങനെ എഴുതി വന്നപ്പോഴത്തേക്ക് നമുക്ക് SFQ minus integral a to c f1 plus integral b to c to b f2 എന്നുള്ളത് less than epsilon എന്ന് കിട്ടി when C is a partition point of Q. ഇനി C ഒരു partition point അല്ലെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും എന്നുള്ള നെക്സ്റ്റ് കേസ് നോക്കാം. സി ഒരു പാർട്ടീഷൻ പോയിന്റ് ആണെങ്കിൽ നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തു എഫ് ഇസ് റീമാൻ ഇന്റഗ്രബിൾ ആൻഡ് ഇന്റഗ്രൽ എ ടു ബി എഫ് എന്ന് പറയുന്നത് ഇന്റഗ്രൽ എ ടു സി എഫ് പ്ലസ് ഇന്റഗ്രൽ സി ടു ബി എഫ് ആണ്. ഇനി സപ്പോസ് കേസ് 2 assume that C is not a partition point of Q. അപ്പോൾ സി പാർട്ടീഷൻ പോയിന്റ് അല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സി എന്ന് പറയുന്നത് ഏതോ ഒരു എക്സ് കെനും എക്സ് കെ പ്ലസ് 1നും ഇടയ്ക്കാണ്, അല്ലെങ്കിൽ എക്സ് കെ മൈനസ് 1നും എക്സ് കെക്കും ഇടയ്ക്കാണ്.
നമുക്ക് എക്സ് കെ മൈനസ് വൺ എക്സ് കെ എന്നുള്ളതിൻ്റെ ഇടയ്ക്കാണ് സി എന്ന് പറഞ്ഞെടുക്കാം. അപ്പോൾ നമ്മുടെ പാർട്ടീഷൻ ക്യൂവിലുള്ള പോയിന്റ്സ് ആണ് എക്സ് നോട്ട് ഈക്വൽ ടു എ, എക്സ് വൺ, എക്സ് ടു എക്സെട്ര, എക്സ് കെ മൈനസ് വൺ, പിന്നെ എക്സ് കെ എക്സെട്ര, എക്സ് എൻ ഈക്വൽ ടു ബി. ഇതാണ് പാർട്ടീഷൻ ക്യൂ ഓഫ് ക്ലോസ്ഡ് ഇന്റർവൽ എ ബി with tags taken from each and every subinterval. Now we form a partition of AC and another partition of CB like this. അതായത് നമ്മൾ Q1 എന്ന് പറയുന്ന പാർട്ടീഷൻ ആയിട്ട് എടുക്കാൻ പോകുന്നത് A തുടങ്ങി C വരെയുള്ള പോയിന്റ്സ്, അതായത് പാർട്ടീഷൻ ക്യൂവിലെ എന്തൊക്കെയുണ്ട്? പാർട്ടീഷൻ ക്യൂവിലെ പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ ordered set of points x naught equal to xa, less than x1, less than x2, etc. xn വരെ ഉണ്ട് പാർട്ടീഷൻ ക്യൂവിലെ പോയിന്റ്സ്, പാർട്ടീഷൻ പോയിന്റ്സ്. അതിൽ എക്സ് കെ മൈനസ് വണ്ണിനും എക്സ് കെക്കും ഇടയ്ക്കാണ് സി. അപ്പോൾ നമ്മൾ Q1 എന്ന് പറഞ്ഞ പാർട്ടീഷൻ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത് ഇങ്ങനെയാണ്. എ, അതായത് എക്സ് നോട്ട്, എക്സ് വൺ, എക്സ് ടു എക്സെട്ര, എക്സ് കെ മൈനസ് വൺ, അത്രയും പാർട്ടീഷൻ പോയിന്റ്സ് ടേക്കൻ ഫ്രം ക്യൂ, and new partition point C യും കൂടി കൂട്ടി. അപ്പോൾ എക്സ് നോട്ട്, എക്സ് വൺ എക്സെട്ര, എക്സ് കെ മൈനസ് വൺ ആൻഡ് സി, ഇതാണ് Q1 എന്ന് പറയുന്ന പാർട്ടീഷൻ ആയിട്ട് നമ്മൾ എടുക്കുന്നത്. Q1. ഓക്കെ. Q2 എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കാൻ പോകുന്നത് സി, then എക്സ് കെ പ്ലസ് വൺ എക്സെട്ര എക്സ് എൻ ഈക്വൽ ടു ബി. ദാറ്റ് ഇസ് Q2. So clearly Q1 is a partition of closed interval AC and Q2 is a partition of closed interval CB. Then we take tags from each of the subintervals. ഓരോ സബിൻ്റർവലിൽ നിന്നും ടാഗുകളും എടുത്തു. ഓക്കെ. അതിൽ സി വരുന്ന സബിൻ്റർവൽസ്, അതായത് Q1ലെ ലാസ്റ്റ് സബിൻ്റർവലിൽ ടാഗായിട്ട് സി തന്നെ എടുക്കുകയാണ്. കാരണം വേറെ എന്തിനാണെന്ന് വെച്ചാൽ Q2നും Q1നും ആ ഒരു പെർട്ടിക്കുലർ സി തന്നെ ടാഗായിട്ട് എടുക്കാൻ പറ്റുന്നത്, കോമൺ ആയിട്ട് വരുന്ന പോയിന്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ സി എന്നുള്ള ടാഗായിട്ട് എടുക്കുന്നത്. അപ്പോൾ Q1ൽ ഓരോ ആദ്യത്തെ എക്സ്1 എന്നുള്ള സബ് ഇന്റർവെല്ലിൽ ടാഗായിട്ട് എടുക്കുന്ന T1 ക്യൂവിൻ്റെ തന്നെ ടാഗാണ്. ക്യൂവിൽ ഉണ്ടായിരുന്ന എക്സ് നോട്ട് എക്സ് വണ്ണിൻ്റെ ടാഗ്. ഇപ്പോൾ ക്യൂ എന്ന് പറഞ്ഞ പാർട്ടീഷൻ ഉണ്ട്. അപ്പോൾ നമുക്കിത് അവിടെ എഴുതിയിട്ടുണ്ട്. ക്യൂ എന്ന് പറയുന്ന പാർട്ടീഷൻ, സപ്പോസ് ടാഗ്ഡ് പാർട്ടീഷൻ xi മൈനസ് വൺ ക്ലോസ്ഡ് ഇന്റർവൽ xi മൈനസ് വൺ xi വിത്ത് ടാഗ്സ് ti ആണെങ്കിൽ Q1 is chosen as first sub interval x naught x1 with tag T1 same as tag in Q. Second interval Qലെ തന്നെ second interval x1 x2, Qലെ തന്നെ second tag T2, അങ്ങനെ k minus 1 xk minus 2 xk minus 1 and the tag tk minus 1 same as the tag selected in Q. ലാസ്റ്റ് ഒരു സബ് ഇന്റർവൽ നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യുന്നുണ്ട്, എക്സ് കെ മൈനസ് വൺ സി എന്നുള്ള സബ് ഇന്റർവൽ. അതിൻ്റെ ടാഗ് ആയിട്ട് സി എടുക്കുന്നു. സോ ദെൻ വി ഗെറ്റ് എ ടാഗ് ടു പാർട്ടീഷൻ ഓഫ് ക്ലോസ്ഡ് ഇന്റർവൽ എ സി. ഇനി Q2 എന്ന് പറയുന്ന ക്ലോസ്ഡ് ഇന്റർവൽ സി ബിയുടെ പാർട്ടീഷനിൽ ഇതുപോലെ തന്നെ ടാഗുകൾ എടുക്കുമ്പോൾ എക്സ് കെ തുടങ്ങിയിട്ടുള്ള എക്സ് കെ പ്ലസ് വൺ എന്നുള്ള ഇന്റർവെല്ലിന്റെ ടാഗായിട്ട് ടി കെ പ്ലസ് വൺ സെയിം ആസ് ദ ടാഗ് ഇൻ ക്യൂവിലെ ടാഗ് തന്നെ എടുക്കാം. എക്സ് കെ പ്ലസ് വൺ എക്സ് കെ പ്ലസ് ടു അങ്ങനെ ഇവിടെ വരെയുള്ളതിലൊക്കെ ടാഗ് ക്യൂവിൽ തന്നെയുള്ള ടാഗ്സ് എടുക്കാം. ഇതിൽ എക്സ്ട്രാ വന്നിരിക്കുന്ന ഒരു സബ് ഇന്റർവെൽ ഉണ്ട്, സി എക്സ് കെ എന്നുള്ള ഇന്റർവെൽ. അത് ക്യൂവിൽ ഇല്ലാത്ത ഇന്റർവെൽ ആണ്. ആ ഇന്റർവെല്ലിന്റെ ടാഗ് ആയിട്ട് സി തന്നെ എടുക്കാം. ഓക്കെ. അങ്ങനെ Q2 എടുത്തു. Q2 is closed interval cxk with the tag c, then xk plus 1 with the tag tk plus 1 same as that in Q, etc. Last subinterval xn minus 1 xn with the tag tn same as the tag in Q. It is a so Q2 is a tagged partition of closed interval CB. Now it is clear that you can say that length of the largest subinterval എന്ന് പറയുന്നത് ഈ പറയുന്ന Q1ൻ്റെ ആണെങ്കിലും Q2ൻ്റെ ആണെങ്കിലും നോം എന്ന് പറയുന്ന ക്യൂവിനേക്കാളും ചെറുതായിരിക്കും. കാരണം ക്യൂവിൽ തന്നെയുള്ള സബ് ഇന്റർവൽസ് ആണ്
എക്സെപ്റ്റ് ഒരു സബ് ഇന്റർവെൽ മാത്രമേ Q1ലും Q2ലും വ്യത്യാസമുള്ളൂ. Q1ലാണെങ്കിലും A തുടങ്ങി xk-1 വരെയുള്ള പാർട്ടീഷൻ പോയിന്റ്സ് ഒക്കെ Qയിൽ തന്നെ പാർട്ടീഷൻ പോയിന്റ്സ് ആണ്. അപ്പോൾ ആ കറസ്പോണ്ടിങ് സബ് ഇന്റർവെൽസിന്റെ ലെങ്ത്തുകളുടെ ഒക്കെ ഇങ്ങനെയുള്ള സബ് ഇന്റർവെലുകളുടെ ലെങ്ത്തുകളുടെ എല്ലാത്തിലും ലാർജസ്റ്റ് ലെങ്ത് ആണ് Qന്റെ നോം എന്ന് പറയുന്നത്. എക്സ്ട്രാ ഒരു സബ് ഇന്റർവെൽ ആയിട്ട് Qയിൽ ഇല്ലാത്ത ഒരു സബ് ഇന്റർവെൽ ആയിട്ട് ഇതിൽ വന്നിരിക്കുന്നത് xk-1c എന്നുള്ള സബ് ഇന്റർവെൽ ആണ്. അത് ആക്ച്വലി Qയിലുള്ള ഒരു സബ് ഇന്റർവെലിനെ തന്നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തെടുത്തിരിക്കുന്ന സബ് ഇന്റർവെൽ ആണ്. അപ്പോൾ അതെന്തായാലും Qയിലെ ലാർജസ്റ്റ് സബ് ഇന്റർവെൽ ആയിരുന്നെങ്കിൽ തന്നെ അതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിന്റെ ഒരു പാർട്ടാണ് ഇപ്പൊ Q1ലെ സബ് ഇന്റർവെൽ ആയിട്ട് മാറുന്നത്. അപ്പോൾ ക്ലിയർലി ആ സബ് ഇന്റർവെലിന്റെ ലെങ്ത് എന്ന് പറയുന്നത് xk-1 xk എന്ന് പറഞ്ഞ സബ് ഇന്റർവെലിന്റെ ലെങ്തിനേക്കാളും ചെറുതാണ്. ആൻഡ് ഇങ്ങനെയുള്ള xk-1 xkയും ബാക്കിയുള്ള എല്ലാ xi-1 xi എന്നുള്ള സബ് ഇന്റർവെൽസിന്റെ ലെങ്ത്തുകളുടെ ഏറ്റവും വലിയ ലെങ്ത് ആണ് നോം ഓഫ് Q. സോ ക്ലിയർലി നോം ഓഫ് Q1 എന്ന് പറയുന്നത് നോം ഓഫ് Qനേക്കാളും ചെറുതാണ്. കാരണം Q1ലുള്ള എല്ലാ സബ് ഇന്റർവെൽസും എക്സെപ്റ്റ് ദിസ് സബ് ഇന്റർവെൽ xk-1c they are all sub intervals in Q, and Qന്റെ largest sub intervalന്റെ length ആണ് norm of Q. And extra വന്നിരിക്കുന്ന xk-1c എന്നുള്ള സബ് ഇന്റർവെലിന്റെ ലെങ്ത് Qയിലുള്ള xk-1 xk എന്നുള്ള സബ് ഇന്റർവെലിന്റെ ലെങ്തിനേക്കാളും ചെറുതാണ്. സോ നോം ഓഫ് Qനേക്കാളും ചെറുതാണ്. കാരണം നോം ഓഫ് Q എന്ന് പറയുന്നത് എന്താണ്? നോം ഓഫ് Q എന്ന് പറയുന്നത് maximum of the lengths xi-xi-1 ആണ് as I varies over 1, 2, 3 etc. ഇതിനാണ് നോം ഓഫ് Q എന്ന് പറയുന്നത്. ക്ലിയർലി ഒരു പെർട്ടിക്കുലർ ഇന്റർവെലിന്റെ ലെങ്ത് xk-1 എന്ന് പറയുന്നത് ഇതിനേലും ചെറുതായിരിക്കും. അതിനേലും ചെറുതാണ് xk-c അല്ലെങ്കിൽ c-xk-1 എന്ന് പറയുന്നത്. അപ്പോൾ ക്ലിയർലി c-xk-1 ആയാലും xk-c ആയാലും രണ്ടും ഇതിനേലും ചെറുതാണ്. ഇത് ബാക്കിയുള്ള എല്ലാ xi-xi-1ഉം എന്തിനേലും ചെറുതാണ്? നോം ഓഫ് Qനേലും ചെറുതാണ്. സോ ഐ ക്യാൻ സേ നോം ഓഫ് Q1ഉം നോം ഓഫ് Q2ഉം രണ്ടും നോം ഓഫ് Qനേക്കാളും ചെറുതാണ്. നോം ഓഫ് Q ലെസ് ദാൻ ഡെൽറ്റ ആയതുകൊണ്ട് നോം ഓഫ് Q1ഉം നോം ഓഫ് Q2ഉം രണ്ടും ലെസ് ദാൻ ഡെൽറ്റയാണ്. Then we can see that SFQ minus SFQ1 minus SFQ2, അതായത് SFQവും SFQ1 SFQ2 ഒക്കെ എടുക്കുമ്പോൾ എന്താ സംഭവിക്കുക? SFQ എന്താണ്? ഈ പാർട്ടീഷൻ Q നോക്കിയിട്ട് പറയാം. വാട്ട് ഇസ് SFQ? SFQ എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഫസ്റ്റ് സബ് ഇന്റർവെൽ Qന്റെ ഫസ്റ്റ് സബ് ഇന്റർവെൽ AX1, ആ AX1 എന്നുള്ള സബ് ഇന്റർവെലിന്റെ ലെങ്ത് x1 മൈനസ് a, അതിലെ ടാഗ് T1, ആ f of T1 into x1 minus a. അടുത്ത സബ് ഇന്റർവെൽ എന്താണ്? x1 x2, അതിന്റെ ലെങ്ത് x2 മൈനസ് x1, അതിലെ ടാഗ് f of T2, ടാഗ് T2 അതിന്റെ ഫംഗ്ഷൻ വാല്യൂ പ്ലസ് എക്സെട്ര. ലാസ്റ്റ് Qയിൽ വരുന്ന, അപ്പൊ ഇതിൽ ഇതിന്റെ ഇടയ്ക്ക് ഒരു TK ഒക്കെ വരുന്നുണ്ട്. f of TK into xk-1 ഒക്കെ വരുന്നുണ്ട്. ലാസ്റ്റ് സബ് ഇന്റർവെൽ വരുന്നത് xn-1 xn, അത് f of Tn into xn-1. ഇതാണ് എന്ത്? SFQ എന്ന് പറയുന്നത്. ഇനി SFQ1 എടുത്താൽ വാട്ട് വിൽ ഹാപ്പൻ? SFQ1ല് Q1 നോക്കുക. Q1 എന്ന് പറയുന്ന സബിന്റെ പാർട്ടീഷൻ നോക്കുക. അതിലുള്ള ആദ്യത്തെ സബ് ഇന്റർവെൽസ് ഒക്കെ Qയിലെ സബ് ഇന്റർവെൽസ് തന്നെയാണ് അല്ലെ? ഇവിടം വരെ സെയിം ആണ്. പിന്നെ ഒരു സബ് ഇന്റർവെൽ xk-1c എന്ന് പറയുന്ന ഒരു സബ് ഇന്റർവെൽ മാത്രമാണ് എക്സ്ട്രാ ആയിട്ട് വന്നിട്ടില്ലേ. അപ്പൊ നമുക്ക് SFQ1 ഇത് നോക്കി തന്നെ എഴുതാം. അതിൽ ആദ്യത്തെ സബ് ഇന്റർവെൽ AX1, ലെങ്ത് x1 മൈനസ് a, അതിലെ ടാഗ് നമ്മൾ T1 തന്നെയാണ് എടുക്കുന്നത്. Qയിലെ തന്നെ ടാഗാണ്. സെയിം ആസ് SFQയിലെ ഫസ്റ്റ് ടേം തന്നെയാണ് ഇവിടുത്തെ ഫസ്റ്റ് ടേം. സെക്കൻഡ് ഇന്റർവെൽ x1 x2, ലെങ്ത് x2 മൈനസ് x1, അതിൽ ടാഗ് എടുത്തിരിക്കുന്ന T2 ആണ്. സെയിം ആസ് ടാഗ് ഇൻ Q, ഫംഗ്ഷൻ വാല്യൂ f of T2 സെയിം തന്നെയാണ് മുകളിലത്തെ പോലത്തെ. TK വരുമ്പോൾ ഇവിടെ അങ്ങനെ ഒരു xk-1 xk എന്ന് പറഞ്ഞ സബ് ഇന്റർവെൽ ഇവിടെ ഇല്ല. അതിന് മുന്നത്തെ ടേം വരെ സെയിം ആയിട്ട് വരും. അതിന് മുന്നത്തെ ടേം എന്ന് പറഞ്ഞാൽ xk-1 ടേം വരെ, അതായത് f of TK -1 വരെ. അപ്പൊ ഇതിന് ഞാൻ ഒരു ടേം കൂടി ഇതിൽ എക്സ്ട്രാ എഴുതുകയാണെങ്കിൽ ഇത് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ടേം എന്താണ് വരിക? മുന്നത്തെ ടേം f of TK -1 into
xk minus 1 minus xk minus 2. അതുവരെ ഇവിടെയും സെയിം തന്നെ വരും. f of tk minus 1 into xk minus 1 minus xk minus 2. ഇവിടെ വരെ സെയിം വരും. പ്ലസ് അടുത്ത ടേം ആണ് നമുക്ക് വ്യത്യാസം വരിക. അടുത്ത ടേം അടുത്ത ഇന്റർവെൽ ഇതിലുള്ളത് എക്സ് കെ മൈനസ് 1 സി എന്നുള്ള ഇന്റർവെൽ ആണ്. അതിൽ ടാഗ് ആയിട്ട് നമ്മൾ സി ആണ് എടുക്കുന്നത്. അപ്പോൾ ആ ഇന്റർവെല്ലിൽ എക്സ് കെ മൈനസ് 1 സി. അപ്പോൾ ലെങ്ത് എന്താണ്? ലെങ്ത് സി മൈനസ് എക്സ് കെ മൈനസ് 1 ലെങ്ത് ഓഫ് ദ സബ് ഇന്റർവെൽ. ടാഗ് ആയിട്ട് നമ്മൾ എടുക്കുന്നത് സി. സോ ഫംഗ്ഷൻ വാല്യൂ എഫ് ഓഫ് സി. ഇതാണ് ലാസ്റ്റ് ടേം വരുന്നത്. ഓക്കെ. ഇനി ഇതേപോലെ വാട്ട് ഇസ് എസ് എഫ് ക്യൂ ടു? എസ് എഫ് ക്യൂ ടു എടുത്താൽ നമ്മൾ നോക്കുക. ഈ പാർട്ടീഷൻ നോക്കിയിട്ട് പറയാൻ ഞാനിതൊന്ന് വായിച്ചേക്കാം. ക്യൂ ടുവിന്റെ പാർട്ടീഷൻ ഒന്ന് നോക്കിക്കേ. ക്യൂ ടുവിൽ തുടങ്ങുന്നത് ക്യൂവിൽ ഇല്ലാത്ത ഒരു സബ് ഇന്റർവെൽ ആണ് സി എക്സ് കെ. സി എക്സ് കെ എന്നുള്ള സബ് ഇന്റർവെൽ ആണ് ഫസ്റ്റ് സബ് ഇന്റർവെൽ ഓഫ് ക്യൂ ടു. അപ്പൊ അതിന്റെ ലെങ്ത് എന്താണ്? എക്സ് കെ മൈനസ് സി. അതിലെ ടാഗ് നമ്മൾ സി ആയിട്ടാണ് എടുത്തിരിക്കണേ. അപ്പൊ എഫ് ഓഫ് സി ഇൻറ്റു എക്സ് കെ മൈനസ് സി. അത് ഫസ്റ്റ് ടേം. ബാക്കിയുള്ള ടേം ഒക്കെ എസ് എഫ് ക്യൂവിലുള്ള ടേംസ് തന്നെയാണ്. രണ്ടാമത്തെ സബ് ഇന്റർവെൽ ഏതാണ്? രണ്ടാമത്തെ സബ് ഇന്റർവെൽ എക്സ് കെ പ്ലസ് 1. അതിന്റെ ടാഗ് ടി കെ പ്ലസ് 1 ക്യൂവിലുള്ളത് തന്നെയാണ്. അപ്പൊ നെക്സ്റ്റ് ഇന്റർവെൽ എക്സ് കെ പ്ലസ് 1. എക്സ് കെ പ്ലസ് 1ന്റെ ലെങ്ത് എക്സ് കെ പ്ലസ് 1 മൈനസ് എക്സ് കെ. ടാഗ് ടി കെ പ്ലസ് 1 എഫ് ഓഫ് ടി കെ പ്ലസ് 1 പ്ലസ് എക്സെട്ര. ലാസ്റ്റ് ടേം ഇത് തന്നെ വരും. എഫ് ഓഫ് ടി എൻ ഇൻറ്റു എക്സ് എൻ മൈനസ് എക്സ് എൻ മൈനസ് 1. അപ്പൊ നിങ്ങൾക്ക് ഇത് നോക്കിയാലും മനസ്സിലാവും. ഇവിടെ എഴുതിയിരിക്കുന്ന ടേംസ് തന്നെയാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ടേം ആണെങ്കിൽ ഒരു ടേമും കൂടെ എക്സ്ട്രാ ഇവിടെ എഴുതിയാൽ അടുത്ത ടേം ഇവിടെ എന്തായിരിക്കും? എഫ് ഓഫ് ടി കെ പ്ലസ് 1 എക്സ് കെ പ്ലസ് 1 മൈനസ് എക്സ് കെ അല്ലേ? അവിടെ തുടങ്ങിയുള്ള ടേംസ് എസ് എഫ് ക്യൂ ടുവിൽ ഉണ്ട്. അപ്പൊ ഞാൻ എസ് എഫ് ക്യൂ ടുവിനെ ഇത്തിരി ഇങ്ങോട്ടൊന്ന് നീക്കി വെക്കുകയാണേ. എസ് എഫ് ക്യൂ ടു ഇപ്പൊ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം. നോക്കിക്കേ. എസ് എഫ് ക്യൂവില് എസ് എഫ് ക്യൂ വണ്ണിലെ ടേം ഞാൻ എസ് എഫ് ക്യൂ വണ്ണും എസ് എഫ് ക്യൂ ടും കൂടി ആഡ് ചെയ്തു എന്ന് വിചാരിക്കും. എസ് എഫ് ക്യൂ വണ്ണും എസ് എഫ് ക്യൂ ടും കൂടി ഞാൻ ആഡ് ചെയ്യാണ്. അപ്പൊ എന്തൊക്കെ വരും? എഫ് ഓഫ് ടി വൺ എക്സ് ഇതെല്ലാം വന്നു പ്ലസ് പിന്നെ എസ് എഫ് ക്യൂ ടുവിൽ എന്തൊക്കെ വരും? ഈ ടേംസ് മൊത്തം വരും. അല്ല സോറി, അങ്ങനെ കോപ്പി ചെയ്തു, അതും ആഡ് ചെയ്തു, അതും ഇവിടെ ആഡ് ചെയ്യാണ്. ദിസ് ഇസ് എസ് എഫ് ക്യൂ വൺ പ്ലസ് എസ് എഫ് ക്യൂ ടു. ഇതില് എസ് എഫ് ക്യൂ കൂടി ഒന്ന് കമ്പയർ ചെയ്യാം. എസ് എഫ് ക്യൂ ഇതാ ഇവിടെ ഉണ്ട്. വേണമെങ്കിൽ അതൊന്നും കൂടെ എടുത്ത് എഴുതാം. എസ് എഫ് ക്യൂ this is SFQ.
ഇത് രണ്ടും കൂടെ ഒന്ന് സബ്ട്രാക്ട് ചെയ്താൽ എന്താണ് ബാക്കി വരുന്നേ? നിങ്ങളൊന്ന് നോക്കി പറഞ്ഞേ. SF_Q1 പ്ലസ് SF_Q2 ഇവിടെ എഴുതിയിട്ടുണ്ട്, SF_Qവും എഴുതിയിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ ഇതിൽ കുറേ ടേംസ് കോമൺ ആണ്. അത് നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായിണ്ടാവും കുറേ ടേംസ് കോമൺ ആണെന്നുള്ളത്. ഇത് നമ്മൾ സബ്ട്രാക്ട് ചെയ്താൽ ഡിഫറൻസ് എന്തായിരിക്കും വരുന്നത്? അല്ല ആകെക്കൂടി കുറച്ച് ടേം, ആകെക്കൂടി 3 ടേമാണ്. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 3 ടേം ഒഴിച്ച് ബാക്കിയുള്ള ടേംസ് എല്ലാം കട്ട് ചെയ്തു. ഈ രണ്ടും കൂടെ ഒന്ന് സബ്ട്രാക്ട് ചെയ്താൽ, അതായത് സബ്ട്രാക്ട് ചെയ്യുവാണ് ലെഫ്റ്റ് സൈഡിൽ SF_Q1 പ്ലസ് SF_Q2 മൈനസ് SF_Q. റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്തൊക്കെ വരും? സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ വരും? ആദ്യത്തെ ടേം കട്ട് ചെയ്തു പോയി, രണ്ടാമത്തെ ടേം കട്ട് ചെയ്തു പോയി, അങ്ങനെ K-1th ടേം അതും കട്ട് ചെയ്തു പോയി. ഈ ടേം ബാക്കിയുണ്ട്. ഓക്കെ, F(c) ഇൻറ്റു C മൈനസ് XK-1. ശരി, സമ്മതിച്ചു. ഇനി അടുത്തത് ഈ ടേമും കട്ട് ചെയ്തൊന്നും പോവില്ല, പ്ലസ് F(c) ഇൻറ്റു XK-C അതുണ്ട്. മീൻസ് താഴെ മൈനസ്, ഇപ്പം ഞാനിത് മൈനസ് ചെയ്യുവാണല്ലോ, താഴെ ഈ ഒരു ടേമും കട്ട് ചെയ്ത് പോവില്ല. അപ്പോൾ മൈനസ് F(tk) ഇൻറ്റു XK-1 ഉണ്ടാവും. ബാക്കിയുള്ള ടേംസ് ഒക്കെ വീണ്ടും എല്ലാം കട്ട് ചെയ്തു അല്ലേ? എല്ലാം കട്ട് ചെയ്തു. അപ്പോൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത് ഇതാണ്. ഈ കിട്ടിയിരിക്കുന്നതിൻ്റെ അകത്ത് എനിക്ക് വേണമെങ്കിൽ ആദ്യത്തെ 2 ടേമിൽ നിന്ന് F(c) കോമൺ ഔട്ട്സൈഡ് എടുക്കാം. അപ്പോൾ C മൈനസ് XK-1 പ്ലസ് XK-C, സിയും കട്ട് ചെയ്യും. പിന്നെ മൈനസ് F(tk) ഇൻറ്റു XK-1. അതായത് F(c) ഇൻറ്റു XK-1 മൈനസ് F(tk) ഇൻറ്റു XK-1. അതിൽ XK-1 കോമൺ ആണ്, അതും വേണമെങ്കിൽ പുറത്തേക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് കിട്ടും F(c) മൈനസ് F(tk). ഇതാണ് ഇവ തമ്മിലുള്ള ഡിഫറൻസ്. സം ഓഫ് Riemann sums corresponding to Q1 and Q2, Riemann sum corresponding to Qവും തമ്മിലുള്ള ഡിഫറൻസ് ഇതാണ്. ഇത് ഞാൻ തിരിച്ചാണ് എഴുതിയിരിക്കുന്നത്. SF(Q)ൽ നിന്നാണ്, ഈ രണ്ടാമത്തെ റോയിൽ നിന്നാണ് ആദ്യത്തെ റോ സബ്ട്രാക്ട് ചെയ്തേക്കുന്നത് കേട്ടോ. നോട്ടിൽ എഴുതിയേക്കുന്നത് കാണിച്ചു തരാം. SF(Q) മൈനസ് SF(Q1 പ്ലസ് SF(Q2). അപ്പോൾ മൈനസ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങനെ എഴുതി SF(Q) മൈനസ് SF(Q1 മൈനസ് SF(Q2). അപ്പോൾ നമുക്ക് സമ്മൊക്കെ ഒന്ന് വിശദമായിട്ടൊക്കെ ഒന്ന് എഴുതി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും F(tk മൈനസ് F(c) ഇൻറ്റു XK മൈനസ് XK-1. അത് തന്നെയാണ് ഇവിടെയും കിട്ടിയത്. ഇവിടെ അതിന് നെഗറ്റീവാണ് കിട്ടിയെന്നുള്ളൂ. അപ്പോൾ നമുക്ക് തിരിച്ചെഴുതിയാൽ SF(Q) മൈനസ് SF(Q1 പ്ലസ് SF(Q2) എന്ന് എഴുതിയാൽ ഇതിൻ്റെ നെഗറ്റീവ് എഴുതാം. അതായത് F(tk മൈനസ് F(c) ഇൻറ്റു XK മൈനസ് XK-1. ഓക്കെ, ഇനി ഇതിൽ F(tk) F(c)ക്കും എനിക്ക് അപ്പർ ബൗണ്ട് എഴുതാൻ പറ്റും. കാരണം എന്താണ്? F1 F2 റീമാൻ ഇൻറ്റഗ്രബിൾ ആണെന്നാണ് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത്. നമ്മളുടെ സെക്കൻഡ് കോൺവേഴ്സ് പാർട്ടിൽ നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത് F1 F2 റീമാൻ ഇൻറ്റഗ്രബിൾ ആണെന്ന്. റീമാൻ ഇൻറ്റഗ്രബിൾ ഫംഗ്ഷൻസ് എല്ലാം അവിടെ ബൗണ്ടഡ് ആയിരിക്കുമെന്ന് നമുക്കറിയാം. അപ്പോൾ F1 എന്ന് പറയുന്നത് റീമാൻ ഇൻറ്റഗ്രബിൾ ഓൺ ക്ലോസ്ഡ് ഇന്റർവൽ AC എന്ന് അസ്യൂം ചെയ്തിരിക്കുന്നതുകൊണ്ട് F1 ഇസ് ബൗണ്ടഡ് ഓൺ ക്ലോസ്ഡ് ഇന്റർവൽ ക്ലോസ്ഡ് ഇന്റർവൽ AC. അതായത് സുപ്രീമോ ഓഫ് F1 എന്ന് പറയുന്നത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഞാൻ അപ്പോൾ അങ്ങനെ ഒരു നമ്പർ ഉണ്ട്. അതുപോലെ തന്നെ F2 എന്ന് പറയുന്നത് റീമാൻ ഇൻറ്റഗ്രബിൾ ഓൺ ക്ലോസ്ഡ് ഇന്റർവൽ CB ആയതുകൊണ്ട് F2 ഇസ് ബൗണ്ടഡ് ഓൺ ദാറ്റ് ഇന്റർവൽ ക്ലോസ്ഡ് ഇന്റർവൽ CB. അങ്ങനെയാണെങ്കിൽ F എന്ന് പറയുന്നത് എന്താണ്?
എഫും റീമാൻ ഇൻറ്റഗ്രബിൾ ഓൺ ക്ലോസ്ഡ് അല്ല എഫ് റീമാൻ ഇൻറ്റഗ്രബിൾ ആണെന്നല്ല അത് നമ്മൾ പ്രൂവ് ചെയ്തിട്ടില്ല. നമുക്ക് F1 F2 ബൗണ്ടഡ് ആയതുകൊണ്ട് ഐ ക്യാൻ സേ എഫും ബൗണ്ടഡ് ആണ്. എങ്ങനെ പറയാൻ പറ്റും എഫ് ബൗണ്ടഡ് ആണെന്ന്? ഇപ്പോൾ F1 എന്ന് പറയുന്നതിൻ്റെ സുപ്രീമം ഞാൻ സുപ്രീമം ഓഫ് മോഡ് F1 അതിനെ ഞാൻ M1 എന്ന് വിളിക്കുവാണ്. അതുപോലെ സുപ്രീമം ഓഫ് മോഡ് F2 എന്നുള്ളതിനെ ഞാൻ M2 എന്ന് വിളിക്കുകയാണെങ്കിൽ ഇതൊക്കെ റിയൽ നമ്പർ ആണെന്നുള്ളത് F1 F2 ബൗണ്ടഡ് ആണെന്നുള്ളതിൽ നിന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ എഫ് എന്ന് പറയുന്നത് എഫ് ആക്ച്വലി ക്ലോസ്ഡ് ഇന്റർവൽ AC-യിൽ F1 തന്നെയും ക്ലോസ്ഡ് ഇന്റർവൽ CB-യിൽ F2 തന്നെയുമാണ്. അപ്പോൾ മോഡ് എഫിന്റെ സുപ്രീമം എന്ന് പറയുന്നത് ഈ സുപ്രീമങ്ങളിൽ ഏതാണോ മാക്സിമം അതായിരിക്കും. M1-ന്റെ M2-ന്റെ സുപ്രീമങ്ങളിൽ M1-ന്റെ M2-ന്റെ വാല്യൂസിൽ ഏതാ മാക്സിമം ആ സുപ്രീമം, അപ്പം അതിനെനിക്ക് M എന്ന് വിളിക്കാം. അപ്പം ഇത് M എന്നുള്ളത് എക്സിസ്റ്റ് ചെയ്യും, എഫ് ബൗണ്ടഡ് ആയിരിക്കും സിൻസ് F1 ആൻഡ് F2 ആർ ബോത്ത് ബൗണ്ടഡ്. സോ ഞാൻ അവനെ M എന്ന് വിളിക്കുവാണെങ്കിൽ സുപ്രീം ഓഫ് മോഡ് എഫിനെ M എന്ന് വിളിക്കുവാണെങ്കിൽ ഐ ക്യാൻ സേ നേരത്തെ എഴുതിയിട്ടുള്ള എഫ് ഓഫ് TK അങ്ങനെ എന്തോ വന്നില്ലേ അതിനെയും എനിക്ക് ലെസ് ദാൻ ഓർ ഈക്വൽ ടു M എന്ന് എഴുതാം. എഫ് ഓഫ് സിനെയും എനിക്ക് മോഡുലസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു M എന്ന് എഴുതാം. അപ്പോൾ ഈ ടേമിനെ ബൈ ട്രയാങ്കിൾ ഇൻഈക്വാലിറ്റി ഐ ക്യാൻ സേ ദിസ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് എഫ് ഓഫ് TK പ്ലസ് മോഡുലസ് ഓഫ് എഫ് ഓഫ് സി ഇൻറ്റു XK മൈനസ് XK മൈനസ് 1. അതിൽ എഫ് ഓഫ് TK എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ M, എഫ് ഓഫ് സി എന്ന് പറയുന്നത് മോഡുലസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ M ഇൻറ്റു XK മൈനസ് XK മൈനസ് 1. ദാറ്റ് മീൻസ് വി ഗെറ്റ് 2M ഇൻറ്റു XK മൈനസ് XK മൈനസ് 1 എന്ന് കിട്ടി. ഓക്കെ, 2M ഇൻറ്റു XK മൈനസ് XK മൈനസ് 1 എന്ന് കിട്ടി. എന്താ പ്രൂവ് ചെയ്യേണ്ടത്? എഫ് റീമാൻ ഇൻറ്റഗ്രബിൾ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഇനി നമുക്ക് ഈ XK മൈനസ് XK മൈനസ് 1 എന്ന് പറയുന്ന ടേം എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ സബ് ഇന്റർവെല്ലിന്റെ ലെങ്ത് ആണ് അല്ലെ. XK മൈനസ് XK മൈനസ് 1 എന്ന് പറയുന്നത് എന്താണ്? ഡെൽറ്റ XK എന്ന് പറയുന്നത് ആക്ച്വലി kth സബ് ഇന്റർവെല്ലിന്റെ ലെങ്ത് ആണ്. ഇങ്ങനെയുള്ള എല്ലാ സബ് ഇന്റർവെൽസിന്റെ ലെങ്ത്തുകളുടെ മാക്സിമം വാല്യൂ ആണ് എന്ത്? നമ്മുടെ നോം ഓഫ് ദ പാർട്ടീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നോം ഓഫ് Q എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? നോം ഓഫ് Q ഇസ് ദ മാക്സിമം ലെങ്ത് അല്ലെങ്കിൽ ലെങ്ത് ഓഫ് ദി ലാർജസ്റ്റ് സബ് ഇന്റർവൽ. ഡെൽറ്റ XIകളുടെ വാല്യൂസിൽ മാക്സിമം വാല്യൂ ആണ് നോം ഓഫ് Q എന്ന് പറയുന്നത്. അപ്പോൾ നോം ഓഫ് Q നമ്മൾ ലെസ് ദാൻ ഡെൽറ്റ ആയിട്ട് എടുത്തിരിക്കണേ. അപ്പോൾ ഈ നോം ഓഫ് Q എന്താണെങ്കിലും ക്ലിയർലി ഡെൽറ്റ XK ഒരു പെർട്ടിക്കുലർ സബ് ഇന്റർവെലിന്റെ ലെങ്തിനേക്കാളും വലുതാണ് ലാർജസ്റ്റ് സബ് ഇന്റർവെലിന്റെ അല്ലെങ്കിൽ മാക്സിമം ലെങ്ത്തുകളാണ്. ഏറ്റവും ലെങ്ത്തുകളുടെ എല്ലാത്തിന്റെ മാക്സിമം ആണ് നോം ഓഫ് Q. ഒരു പെർട്ടിക്കുലർ ഇന്റർവെലിന്റെ ലെങ്ത് അതിനേലും ചെറുതായിരിക്കും. അപ്പോൾ ഡെൽറ്റ എന്ന് പറയുന്നത് ഒന്ന് എന്താണ് അപ്രോപ്രിയേറ്റ് ആയിട്ട് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇത് ലെസ് ദാൻ എപ്സിലോൺ എന്ന് കിട്ടും. അപ്പൊ നമ്മൾ ഇനി ഇതിനെ നമുക്ക് ലെസ് ദാൻ എപ്സിലോൺ എന്ന് ആക്കാൻ വേണ്ടിയിട്ട് ലെസ് ദാൻ എപ്സിലോൺ എന്ന് ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇത് ലെസ് ദാൻ എപ്സിലോൺ എന്നാക്കാൻ വേണ്ടിയിട്ട് ഈ ഡെൽറ്റ XKയുടെ വാല്യൂ ലെസ് ദാൻ എപ്സിലോൺ ബൈ എപ്സിലോൺ ആക്കാനല്ല കേട്ടോ, എനിക്കത് പിന്നെയും ഇതിപ്പോ കറക്റ്റ് കോഷി ക്രൈറ്റീരിയൻ കിട്ടിയിട്ടില്ലല്ലോ. എപ്സിലോൺ ബൈ 3 എന്നാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡെൽറ്റ ചൂസ് ചെയ്തേക്കുന്നിടത്ത് ഡെൽറ്റ ഇതിന് മുന്നേ ഒരിടത്ത് നമ്മൾ എഴുതുന്നുണ്ട്. ഡെൽറ്റ എന്ന് പറയുന്നത് മിനിമം ഓഫ് ഡെൽറ്റ വൺ ഒബ്റ്റെയിൻ ഫ്രം ദ റീമാൻ ഇന്റഗ്രബിലിറ്റി ഓഫ് F1, അതുപോലെ ഡെൽറ്റ 2 ഒബ്റ്റെയിൻ ഫ്രം ദ റീമാൻ ഇന്റഗ്രബിലിറ്റി ഓഫ് F2 ആയിരുന്നു. അതിൻ്റെ കൂടെ എപ്സിലോൺ ബൈ 6M കൂടി എഴുതാം. ഇതിന്റെ മൂന്നിന്റെ മിനിമം ആയിട്ട് ഡെൽറ്റ ചൂസ് ചെയ്യാം. സോ ദാറ്റ് ഡെൽറ്റ എന്ന് പറയുന്നത് ലെസ് ദാൻ എപ്സിലോൺ ബൈ 6M ആയിരിക്കും. ഈ ലെസ് ദാൻ എപ്സിലോൺ ബൈ 6M ആയതുകൊണ്ട് ഇവിടെ 2M ഇൻറ്റു എപ്സിലോൺ ബൈ 6M വിച്ച് ഇസ് എപ്സിലോൺ ബൈ 3 എന്ന് കിട്ടും. തീർന്നില്ല. നമ്മൾ SFQ പിന്നെ സം ഓഫ് റീമാൻ സബ്സ് കറസ്പോണ്ടിങ് ടു Q1 ഉം Q2 നമ്മൾ ഡിഫറൻസ് ആണ് ലെസ് ദാൻ എപ്സിലോൺ ബൈ 3 എന്ന് പ്രൂവ് ചെയ്തിട്ടുള്ളൂ. ഇനി നമ്മൾ വീണ്ടും F1ന്റെ റീമാൻ ഇന്റഗ്രബിലിറ്റിയിൽ നിന്ന് since F is Riemann integrable on closed interval AC, F1 is Riemann integrable on closed interval AC, and on AC F1 is same as F, so SF Q1 minus integral A to C F1 is SF1 Q1 minus integral A to C F1.
And since f1 is Riemann integrable on closed interval AC, this can be made less than epsilon by 3. Okay. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അപ്പോൾ നമ്മൾ ഈ ഇത് ഓൾറെഡി നമ്മൾ എഴുതിയിട്ടുള്ള കണ്ടീഷനാണ് ഇത് ലെസ് ദാൻ എപ്സിലോൺ ബൈ 3 എന്ന് കണ്ടീഷൻ നമ്പർ 1 ഇവിടെ എഴുതിയിട്ടുണ്ട്. കണ്ടീഷൻ നമ്പർ 1 നോക്കിക്കേ, f1 Riemann integrable on closed interval AC ആയതുകൊണ്ട് SF1 P1 minus integral A to C F1 is less than epsilon by 3 for all partitions with a norm less than delta 1. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന norm of Q എന്ന് പറയുന്നത് ലെസ് ദാൻ ഡെൽറ്റ ആണ്. ഡെൽറ്റ എന്ന് പറയുന്നത് മിനിമം ഓഫ് ഡെൽറ്റ 1, ഡെൽറ്റ 2 ആൻഡ് എപ്സിലോൺ ബൈ 6 ആണ്. സോ ക്ലിയർലി ഇറ്റ് ഇസ് ലെസ് ദാൻ ഡെൽറ്റ 1 and so it is less than epsilon by 3. അതുപോലെ തന്നെ from the integrability of F2 on closed interval CB, we can write since SFQ2 is same as F2Q2, since F is same as F2 on the closed interval CB, we can write SFQ2 minus integral C to B F2 is same as SF2Q2 minus integral C to B F2, and it is less than epsilon by 3 by condition number 2. So if we consider these conditions 3, 4 and 5 together, I can say SFQ minus integral A to C F1 plus integral C to B F2 is equal to, I can write SFQ minus integral A to C F1 minus integral C to B F2, and I am going to add and subtract some terms. SFQ ഇനോടുകൂടെ ക്യൂവിൽ നിന്ന് SFQ1 സബ്ട്രാക്ട് ചെയ്തു, ആഡ് ചെയ്തു. പിന്നെ അവിടെ ഓൾറെഡി ഉള്ള ഇൻ്റഗ്രൽ A to C F1 എഴുതി. പിന്നെ SFQ2 സബ്ട്രാക്ട് ചെയ്തു, ആഡ് ചെയ്തു. പിന്നെ അവിടെ ഓൾറെഡി ഉള്ള ഇൻ്റഗ്രൽ C to B F2 എഴുതി. ഇങ്ങനെ 3 സമ്മുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ആദ്യത്തേത് SFQ1 മൈനസ് SFQ2, രണ്ടാമത്തെ സമ്മായിട്ട് SFQ1 മൈനസ് ഇൻ്റഗ്രൽ A to C F1, മൂന്നാമത്തെ സമ്മായിട്ട് SFQ2 മൈനസ് ഇൻ്റഗ്രൽ C to B F2. ഇങ്ങനെ 3 ടേംസിന്റെ സമ്മായിട്ട് എഴുതി ബൈ ട്രയാങ്കിൾ ഇനീക്വാളിറ്റി. അവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇനീക്വാളിറ്റി ഹോൾഡ് ചെയ്യും. ഇനി കണ്ടീഷൻ നമ്പർ 3 പറയുന്നുണ്ട് ഈ ആദ്യത്തെ ടേം ലെസ് ദാൻ എപ്സിലോൺ ബൈ 3 ആണ്, രണ്ടാമത്തെ ടേം ലെസ് ദാൻ എപ്സിലോൺ ബൈ 3 ആണ് ബൈ കണ്ടീഷൻ നമ്പർ 4, മൂന്നാമത്തെ ടേം ഇസ് ലെസ് ദാൻ എപ്സിലോൺ ബൈ 3 ബൈ കണ്ടീഷൻ നമ്പർ 5. So this sum is less than epsilon by conditions 3, 4 and 5. That means f is Riemann integrable on closed interval AB, and its integral is integral A to C F1 plus integral C to B F2. And since F1 is equal to F on closed interval AC, integral A to C F1 is same as integral A to C F. And since F2 is same as F on closed interval CB, integral C to B F2 is same as integral C to B F. So we get integral A to B F is equal to integral A to C F plus integral C to B F. So that is the proof. നിങ്ങൾക്കിത് കുറച്ച് അധികം ഉണ്ടായിരുന്നു പ്രൂഫ്, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമോ എന്നറിയില്ല. നമുക്ക് പെട്ടെന്ന് ഒന്നും കൂടി ഇതൊന്ന് പറയാം. അഡിറ്റിവിറ്റി തിയറം. എന്താണ് അഡിറ്റിവിറ്റി തിയറം പറയണേ? അഡിറ്റിവിറ്റി തിയറം പറയുന്ന ഇതാണ്. നമുക്കറിയാവുന്ന ഒരു കാര്യം, എഫ് റീമാൻ ഇന്റഗ്രബിൾ ഓൺ ക്ലോസ്ഡ് ഇന്റർവൽ എ ബിയും ഇഫ് സി ഈസ് എ പോയിന്റ് ഇൻ ബിറ്റ്വീൻ എ ആൻഡ് ബി ആണെങ്കിൽ then in f will be Riemann integrable on closed interval AC and closed interval CB, and integral A to B F is same as integral A to C F plus integral C to B F. ഇത് എൻ്റെ കോൺവേഴ്സും ട്രൂ ആണ്. അതായത് if the restrictions of the function f onto closed interval AC and closed interval CB are both Riemann integrable, then the function f is Riemann integrable on closed interval AB, and in that case also integral A to B F will be same as the sum of the integrals on closed interval AC and closed interval CB. So നമ്മൾ അഡിറ്റിവിറ്റി തിയറം ഡിസ്കസ് ചെയ്തതാണ്. എന്താണ് അഡിറ്റിവിറ്റി തിയറം പറയണേ? എഫ് ഇസ് Riemann integrable on closed interval AB if and only if its restriction to closed interval AC and closed interval CB are both Riemann integrable, where C is a point in between A and B, and in both the case integral A to B F is equal to integral A to C F plus integral C to B F. Now we consider two corollaries of this additivity theorem. First corollary says that if you take 2 points C and D in between A and B, then if f is Riemann integrable on closed interval AB, it is Riemann integrable on a subinterval of subinterval of AB. function f അല്ല, function f ന്റെ restriction
to a subinterval is Riemann integrable on that subinterval. So you can prove this by applying the same additivity theorem one or more times. For example, here we have f is Riemann integrable on closed interval AB. Closed interval CD is a subset of AB. That means C is a point in between A and B. Therefore, by additivity theorem, restriction of F to closed interval AC and closed interval CB are both Riemann integrable on the respective intervals. So, we will get restriction of F to the closed interval CB is Riemann integrable on closed interval CB. Now സിയുടെയും ബിയുടെയും ഇടയ്ക്കാണ് ഡി എന്നുള്ള പോയിന്റ്. So again by applying additivity theorem we can say that the restriction of the same function f to closed interval CD is Riemann integrable on closed interval CD. കൂടാതെ ഡി ബിയിലേക്കുള്ള റെസ്ട്രിക്ഷൻ ക്ലോസ്ഡ് ഇന്റർവൽ ഡി ബിയിലും Riemann integrable ആണെന്ന് കിട്ടും. അത് നമുക്ക് ആവശ്യമില്ല. നമുക്ക് വേണ്ടത് എഫ് ഇസ് Riemann integrable on restriction of f on closed interval CD is Riemann integrable on closed interval CD. So that is the first corollary. If f is Riemann integrable on a closed and bounded interval, it is Riemann integrable on any closed and bounded subinterval of it. Okay, now we can generalize this additivity theorem into finitely many in the case of finitely many points in between A and B. If you have a Riemann integrable function f on closed interval AB, and if we take m points c0 m plus 1 points c0 c1 c2 etc cm in between A and B, then the restrictions of this function f to each of the subintervals ci minus 1 ci are all Riemann integrable, and integral a to b f is the sum of the integrals from ci minus 1 to ci as I varies from 1 to m. Okay, അത് നമുക്ക് additivity theoremത്തിന്റെ application, repeated application of additivity theorem will prove this corollary. Now we have a more general definition of integral a to b, Riemann integral of f over closed interval AB ആണ് നമ്മൾ ഡിഫൈൻ ചെയ്തത്. ഇനി ക്ലോസ്ഡ് ഇന്റർവൽ എ ബി എന്നുള്ള ഒരു ഇന്റർവൽ എ ബിയിൽ മാത്രമായിട്ടല്ല, we can generalize that definition to integral a to b f where a and b are any two real numbers. A need not be less than b, so that closed interval a b എന്ന് പറയുന്നത് ഒരു ഇന്റർവൽ ആവണമെന്നില്ല, but still we can define integral a to b f. So a more general definition of closed integral a to b f where a and b are any two real numbers. So if a is less than b, we define integral a to b f as the Riemann integral of f over closed interval ab if a is less than b. And you know the definition of it. എന്താണ് Riemann integral of f over closed interval ab is the real number L such that for every epsilon greater than 0 there exists a delta greater than 0 such that SFP minus L is less than epsilon for all partitions P with a norm less than delta, provided such a real number L exists. Now if A is bigger than B, closed interval AB എന്ന് പറയുന്ന ഒരു ഇന്റർവൽ അല്ല, A ബിനേക്കാളും വലുതാണ്. ബട്ട് ക്ലോസ്ഡ് ഇന്റർവൽ ബി എ എന്ന് പറയുന്നത് അവിടെ ഒരു ഇന്റർവൽ ആയിട്ടുണ്ട്. ക്ലോസ്ഡ് ഇന്റർവൽ ബി എ എന്ന് പറയുന്ന ഒരു ഇന്റർവൽ ഇസ് ഒരു ഇന്റർവൽ ഓഫ് ആർ ആണ്. Then we can define integral a to b f as the negative of integral of Riemann integral of f over closed interval ba. So if b is less than a, we can define Riemann integral of f over closed interval ba. Then we define integral a to b f as the negative of that Riemann integral of f over closed interval ba. Now in case a and b are equal, integral a to a f is defined as 0. Okay, so we assume these definitions in the rest part of the module. Okay, ഇനി അടുത്ത ഒരു തിയറത്തില് we can prove the Riemann integrability of a function f. Theorem says that if f is Riemann integrable on closed interval ab and if alpha, beta, gamma are any three points in between a and b, then integral alpha to beta f is
same as integral alpha to gamma f plus integral gamma to beta f, where gamma need not be a point in between alpha and beta. This equation is true for all points alpha, beta and gamma lying in between A and B. Either alpha less than gamma less than beta anengil, this result is obvious from additivity theorem. Alpha less than gamma less than beta anengil, നമ്മൾ നേരത്തെ പറഞ്ഞ corollary of additivity theorem വെച്ചിട്ട്, since f is Riemann integrable on closed interval AB ആയതുകൊണ്ട് closed interval alpha beta ആയാലും f Riemann integrable ആയിരിക്കും. ആൽഫ ബീറ്റയുടെ ഇടയ്ക്കുള്ള ഒരു പോയിന്റ് ആണ് ഗാമ എങ്കിൽ ബൈ അഡിറ്റിവിറ്റി തിയറം അത് ഈ എഫിന്റെ റെസ്ട്രിക്ഷൻ ടു ആൽഫ ഗാമ എന്നുള്ള ഇന്റർവെലും ഇന്റർവെൽ ഗാമ ബീറ്റ ഈ രണ്ടിലും എഫ് ഇന്റഗ്രബിളും ആയിരിക്കും, റീമൻ ഇന്റഗ്രബിളും ആയിരിക്കും. സം ഓഫ് ദീസ് ഇന്റഗ്രൽസ് ആയിരിക്കും ഇന്റഗ്രൽ ആൽഫ ടു ബീറ്റ എഫ് എന്ന് പറയുന്നത്. This theorem says that this result is true for all points alpha, beta and gamma in between A and B, അത് irrespective of the order എന്നാണ് ഈ തിയറം പറയുന്നത്. അത് നമുക്ക് അഡിറ്റിവിറ്റി തിയറത്തിന്റെയും അതുപോലെ തന്നെ നമ്മൾ ഇതിനു മുന്നേ ഡിസ്കസ് ചെയ്ത ജനറൽ ഡെഫിനിഷൻ ഓഫ് റീമാൻ ഇന്റഗ്രൽ ഓഫ് എഫ് ഓവർ ഇന്റഗ്രൽ ഓഫ് എഫ് ഫ്രം എ ടു ബി വേർ എ ആൻഡ് ബി ആർ എനി ടു റിയൽ നമ്പേഴ്സ് എന്നുള്ള ഡെഫിനേഷനിൽ നിന്നിട്ടും നമുക്ക് പ്രൂവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ആക്ച്വലി 6 കേസസ് വരുന്നുണ്ട്. ആൽഫ ബീറ്റ ഗാമ, ആൽഫ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഗാമ വരാം, ആൽഫ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഗാമ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബീറ്റ വരാം, ബീറ്റ ലെസ് ദാൻ ആൽഫ ലെസ് ദാൻ ഗാമ, ബീറ്റ ലെസ് ദാൻ ഗാമ ലെസ് ദാൻ ആൽഫ. അങ്ങനെ 6 ഡിഫറെന്റ് കേസസിൽ നമുക്ക് ഈ അഡിറ്റിവിറ്റി തിയറം തന്നെ യൂസ് ചെയ്തിട്ട് നമുക്കിത് പ്രൂവ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, in case 1 alpha less than or equal to beta less than or equal to gamma, then you can see that alpha gamma closed interval alpha gamma is a subinterval of closed interval AB. Closed interval alpha beta and closed interval beta gamma are subintervals of the interval alpha gamma. So that by additivity theorem, integral alpha to gamma f is equal to integral alpha to beta f plus integral beta to gamma f. ഇനി ഇതൊന്ന് റീഅറേഞ്ച് ചെയ്താൽ ഇന്റഗ്രൽ ആൽഫ ടു ബീറ്റ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് ഇന്റഗ്രൽ ആൽഫ ടു ബീറ്റ എഫ്, അതിനെ ലെഫ്റ്റ് സൈഡിലേക്ക് എടുത്താൽ ബാക്കിയുള്ള എന്താണ് ഇന്റഗ്രൽ ആൽഫ ടു ഗാമ എഫ് മൈനസ് ഇന്റഗ്രൽ ബീറ്റ ടു ഗാമ എഫ് എന്നാണ്. ഈ മൈനസ് ഇന്റഗ്രൽ ബീറ്റ ടു ഗാമ ഈസ് സെയിം ആസ് പോസിറ്റീവ് ഇന്റഗ്രൽ ഗാമ ടു ബീറ്റ, ദെൻ വി വിൽ ഗെറ്റ് ദിസ് റിസൾട്ട്. ഇങ്ങനെ ബാക്കിയുള്ള കേസസിലും കൂടെ നമുക്ക് പ്രൂവ് ചെയ്യാം. ഇറ്റ് ഈസ് വെരി ട്രിവിയൽ. ഇഫ് ബീറ്റ ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആൽഫ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഗാമ, ക്ലിയർലി ബീറ്റ ഗാമ എന്ന് പറയുന്ന ഇന്റർവെലിന്റെ സബ് ഇന്റർവെൽസ് ആണ് ബീറ്റ ആൽഫയും ആൽഫ ഗാമയും. ബൈ അഡിറ്റിവിറ്റി തിയറം ഇന്റഗ്രൽ ബീറ്റ ടു ഗാമനെ നമുക്ക് ഇന്റഗ്രൽ ബീറ്റ ടു ആൽഫ പ്ലസ് ഇന്റഗ്രൽ ആൽഫ ടു ഗാമ എന്ന് പറഞ്ഞിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഇതിൽ നമുക്ക് ആവശ്യമുള്ള ഇന്റഗ്രൽ ആൽഫ ടു ബീറ്റ എന്നുള്ളതിനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നാൽ ബാക്കി ഇന്റഗ്രൽ ബീറ്റ ടു അപ്പോൾ അത് ആൽഫ ടു ബീറ്റ എന്ന് ഇല്ല ഇവിടെ, ബീറ്റ ടു ആൽഫ എന്നാണ് ഉള്ളത്. ഇന്റഗ്രൽ ആൽഫ ബീറ്റ ടു ആൽഫ ആ ഇന്റഗ്രലിനെ ലെഫ്റ്റ് സൈഡിലേക്ക് എടുത്തു. ഇന്റഗ്രൽ അല്ലെങ്കിൽ അതിനെ ഒരു സൈഡിൽ നിർത്തി, റൈറ്റ് സൈഡിലാണത്. ഓക്കെ, അതവിടെ നിർത്തി. അപ്പൊ ഇന്റഗ്രൽ ബീറ്റ ടു ആൽഫ എഫ് എന്നുള്ളതിനെ മറ്റേ ടേം ഇപ്പുറത്തേക്ക് കൊണ്ടുവന്ന ഈക്വാലിറ്റി സൈൻ്റെ മറ്റേ സൈഡിലേക്ക് കൊണ്ടുവന്ന യു വിൽ ഗെറ്റ് ഇന്റഗ്രൽ ബീറ്റ ടു ഗാമ എഫ് ഇസ് ദർ മൈനസ് ഈ ഒരു ടേം ഇന്റഗ്രൽ ആൽഫ ടു ഗാമ എഫ്. സോ by definition integral beta to alpha f is same as minus of integral alpha to beta f. So this is nothing but minus of integral alpha to beta f is equal to minus of integral alpha to gamma f minus integral gamma to beta f. ഇനി throughout ഒരു നെഗറ്റീവ് വൺ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ we will get the required result. In the other case, alpha less than or equal to gamma less than or equal to beta ആണെങ്കിൽ I can write integral alpha to beta f is equal to integral alpha to gamma f plus integral gamma to beta f, which is trivial അല്ലെങ്കിൽ obvious from additivity theorem. അത് നമുക്ക് ഓൾറെഡി അറിയായിരുന്നു. പിന്നെ വേറെ ഉള്ള 3 കേസസ് ആണ് സെപ്പറേറ്റ് ആയിട്ട് എഴുതിയിട്ടുള്ളത്. ബീറ്റ ലെസ് ദാൻ ഗാമ ലെസ് ദാൻ ആൽഫ ആണെങ്കിലും ഇതുപോലെ തന്നെ നമുക്ക് ബീറ്റ ടു ആൽഫനെ ബീറ്റ ടു ഗാമ പ്ലസ് ഗാമ ടു ആൽഫ എന്ന് സ്പ്ലിറ്റ് ചെയ്യാം. ആൽഫ ടു ബീറ്റ എന്നാക്കാൻ വേണ്ടിയിട്ട് ലെഫ്റ്റ് സൈഡിലുള്ള ബീറ്റ ടു ആൽഫനെ നെഗറ്റീവ് ഓഫ് ഇന്റഗ്രൽ ആൽഫ ടു ബീറ്റ എന്ന് എഴുതാം. റൈറ്റ് സൈഡിൽ ബീറ്റ ടു ഗാമ എന്നുള്ളതിനെ നെഗറ്റീവ് ഓഫ് ഗാമ ടു ബീറ്റ എന്നും
ഗാമ ടു ആൽഫ എന്നുള്ളതിന് നെഗറ്റീവ് ഓഫ് ആൽഫ ടു ഗാമ എന്ന് എഴുതി കഴിഞ്ഞാൽ ഒരു നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റിക്വയർഡ് റിസൾട്ട് കിട്ടും. ബാക്കിയുള്ള രണ്ട് കേസസും ഇതേപോലെ തന്നെ പ്രൂവ് ചെയ്യാം. നിങ്ങൾക്കിത് വായിച്ചാൽ തന്നെ മനസ്സിലാവും, പറയണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഓക്കെ.